ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വളർന്നു വരുന്നു. 5-ാമത്തെ വയസ്സിനോടടുക്കുമ്പോഴാണ് പിതാവ് സാധാരണ എല്ലാ സമയത്തും വീട്ടിലുള്ള പിതാവിനെ കാണാനില്ല. ഉമ്മയോട് തിരക്കി ഉപ്പ എവിടെ പോയി? ഉമ്മയാ പറഞ്ഞു കൊടുത്തത് ജബലുന്നൂറിന് മുകളിലുള്ള ഗാർ ഹിറായിൽ ധ്യാനമിരിക്കാൻ പോയതാണ്. 5 വയസ്സിനോടടുക്കുന്ന ഫാത്തിമ മോൾക്ക് എന്ത് ധ്യാനമാണ്? ഫാത്തിമ മോൾ ഉമ്മ പറയുന്നത് അങ്ങനെ തന്നെ കേട്ടു. ഇടക്കിടക്ക് ഉമ്മയും കാണാറില്ല. സൈനബ് മോളുടെ, സൈനബ് താത്താന്റെ, ഉമ്മു കുൽസൂം താത്താന്റെയും റുഖയ്യ ബീവിയുടെയും ഒക്കെ അടുത്ത് തന്നെ ആക്കിയിട്ട് ഉമ്മയും അപ്രത്യക്ഷപ്പെട്ടു പോകാറുണ്ട്. മൂത്ത ഇത്തയായി സൈനബ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കും, ഉമ്മ എവിടെ പോയി? അപ്പൊ സൈനബ് താത്തായും റുഖയ്യ താത്തയും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഫാത്തിമ മോളെ, ഉമ്മ ഉപ്പാന്റെ അടുത്തേക്ക് പോയതാണ്. 6 കിലോമീറ്റർ തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് 6 കിലോമീറ്ററോളം ദൂരത്തുള്ള ജബലുന്നൂറിലേക്ക് പോയതാണ്. എന്തിന്? പിതാവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവിന്റെ ഈ സ്വഭാവം കുഞ്ഞുമോൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കുന്നുണ്ട്. 5 വയസ്സ് പ്രായമാകുമ്പോഴേ വാപ്പാക്ക് ഉമ്മയോടും ഉമ്മാക്ക് വാപ്പയോടും വല്ലാത്ത സ്നേഹമാണ്. എന്തിനാണ് വാപ്പ ധ്യാനമിരിക്കാൻ പോയത്? ഈ കുഞ്ഞുമോൾക്കറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇടക്കിടക്ക് ഉപ്പ വരാറുണ്ട്. ഉപ്പ വീട്ടിലേക്ക് വന്നാൽ മോള് വല്ലാത്ത സ്നേഹം കാണിക്കും ഉപ്പയോട്. പിന്നെയും വാപ്പ അപ്രത്യക്ഷനാകാറുണ്ട്. ഇടക്കാണ് ഒരു ദിവസം വാപ്പ വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നത് കുഞ്ഞുമോൾ കാണുന്നത്. ജമ്മിനൂനി ജമ്മിനൂനി ജമ്മിനൂനി, എന്നെ പുതപ്പെട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ കയറി വരുന്നത് ഈ കുഞ്ഞുമോൾ ശ്രദ്ധിക്കുന്നുണ്ട്. വാപ്പ കയറി വന്നപാട് വാപ്പയെ പുതപ്പെട്ട് മൂടുന്നു. ഉമ്മ വാപ്പ പറഞ്ഞ പോലെ ഉപ്പയുടെ തലഭാഗത്തുമ്മ പോയിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പയോട് വല്ലാത്ത സ്നേഹം കാണിച്ച മോൾ ഉപ്പയുടെ ചാരത്ത് പോയിരിക്കുന്നുണ്ട്. ഉമ്മ ചോദിക്കുന്നതോ ചോദിച്ചറിയുന്നതോ ഉപ്പ പറയുന്നതോ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ മോൾക്ക്. മോള് ചാരത്ത് നിൽക്കും. ഉമ്മ എന്തൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കുന്നു. പിന്നെ വാപ്പയുടെ കയ്യും പിടിച്ച് ഉമ്മ വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്. തന്നെ സൈനബ് താത്തായുടെയും റുഖയ്യ താത്തായുടെയും ഒക്കെ അടുത്താക്കിയിട്ട് ഉമ്മ ഇറങ്ങിപ്പോകുന്നു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ഉമ്മ തിരിച്ചു വരുന്നു. ഉപ്പയും കൂടെയുണ്ട്. ഉപ്പാക്കപ്പോഴേക്ക് പനിയും വിറയിലും അല്പം ആശ്വാസമുള്ള പോലെ. ഉപ്പ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വളരെ ദുഃഖിതനായ പോയത്. തിരിച്ചു വന്നപ്പോൾ മുഖത്തെന്തോ പ്രസന്നത പോലെ. മോൾക്കൊന്നും തിരിയുന്നില്ല. ഉപ്പ ഉമ്മയോടും വീട്ടിലുള്ള ഇത്താത്തമാരെയും വിളിച്ചെന്തൊക്കെയോ സ്വകാര്യമായി പറയുന്നുണ്ട്. ഓരോ ദിവസവും അവരെന്തൊക്കെയോ ദിക്റ് ചൊല്ലുന്നുണ്ട്, അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, അവർ നിസ്കരിക്കുന്നുണ്ട്. ഒന്നും ഫാത്തിമ മോൾക്ക് ശരിക്ക് തിരിച്ചറിയാനുള്ള പ്രായമായില്ല. കുഞ്ഞുമോൾ വളരുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലപോലെ സ്വലാത്ത് കൊണ്ട് ഈ സദസ്സ് മുഖരിതമാകണം. എന്തുകൊണ്ട്? ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തേ കാരണം? ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ, ഫാത്തിമയുടെ കരടിന്റെ ഘട്ടമാണ്. ഫാത്തിമയുടെ കരടിന്റെ ഘട്ടമാണ്. ഫമൻ അഹബ്ബഹാ ഹബ്ബനി, ഫാത്തിമയെ ആര് സ്നേഹിച്ചു അവൻ എന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് റബ്ബിനോട് ഏറ്റവും ഇഷ്ടമാണല്ലോ. ആ ഹബീബിന് ഇഷ്ടമായ ഒന്ന് രാജാതിരാജനായ റബ്ബിന് ഇഷ്ടമാണെന്ന് പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിന്റെ നേതാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഇരിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സദസ്സിൽ തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് ധന്യമാക്കി ശൈഖുനായുടെ ദുആക്ക് വേണ്ടി നമ്മൾ കാതോർക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയപ്പെടുന്ന ഈ സദസ്സിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി തരട്ടെ. ആ പുണ്യ മഹാമഹദിയോടൊപ്പം, ആ മഹദിയുടെ പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം, നമ്മുടെ ഹബീബിനോടൊപ്പം അല്ലാഹു സ്വർഗലോകത്ത് ഒരുമിച്ചു ചേരാൻ ഈ സദസ്സിൽ നമ്മൾ വന്നിരിക്കുന്നത് കാരണമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ മോൾക്ക് തന്റെ പിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പ്രബോധന പ്രവർത്തനങ്ങൾക്കായി അവസാന പ്രവാചകനായി തെരഞ്ഞെടുത്ത വിവരം ഫാത്തിമ മോൾ അറിയുന്നില്ല. പ്രായം അത്രയല്ലേ ആയുള്ളൂ. പക്ഷേ മോൾ എന്തൊക്കെയോ സ്വകാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്നു.
അലി റളിയല്ലാഹു അൻഹു എപ്പോഴും വീട്ടിലുള്ള ആളാ. എന്തൊക്കെയോ സ്വകാര്യങ്ങൾ നടക്കുന്നു. കുഞ്ഞുമോൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് 5 കഴിഞ്ഞ് 6 ആയി 7 ആയി. ഓരോ വർഷവും കഴിയുമ്പോഴും മോൾക്ക് അതിനനുസൃതമായുള്ള ശാരീരികയും ഇടയ്ക്കിടയ്ക്ക് ചില പീഡനങ്ങൾ പിതാവിന്റെ നേരെ നടക്കുന്നതും കുഞ്ഞുമോൾ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും സുജൂദ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ഈ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോഴല്ലേ അബൂജഹലും ഉത്ബത്തും ശൈബത്തും അതേപോലെ ഉഖബത്ത് ബിൻ അബീ മുഹൈത്തും ഒക്കെ അടങ്ങുന്ന സംഘമാണ് മറുഭാഗത്തുള്ളത്. പുണ്യനബി സുജൂദിലേക്ക് പോയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഫാത്തിമ മോളുടെ കഴുത്തലത്ത് പിതാവിന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ഇവർ കൊണ്ടുവന്ന് വാരി വലിച്ചിടുന്നത്. തലേ ദിവസം അറക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒട്ടകത്തിന്റെ കുടൽമാലകളാണ്. ദുർഗന്ധമുണ്ട്. ദുർഗന്ധമല്ല, അസഹനീയമായ ദുർഗന്ധമാണ്. അതവർ വലിച്ചു കൊണ്ടുവന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് വലിച്ചിട്ടവർ തിരിച്ചുപോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇത് കണ്ടില്ല. ഫാത്തിമ മോളുടെ പ്രിയപ്പെട്ട ഉമ്മ ഇത് കാണുന്നുണ്ട്. ഫാത്തിമ മോളുടെ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ പ്രവാചകന്റെ സുഖത്തിലും ദുഃഖത്തിലും പുണ്യനബിയോടൊപ്പം നിന്ന പെണ്ണാണല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി ആ രംഗം കാണുന്നുണ്ട്. തല പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന്. തല പൊക്കാൻ ശ്രമിക്കുമ്പോൾ തല പൊക്കാൻ കഴിയുന്നില്ല. ഖദീജ ബീവി അല്പം ദൂരെ നിന്നത് കാണുന്നുണ്ട്. പക്ഷേ ഖദീജ ബീവി വന്നിട്ട് ഈ കുടൽമാല എടുത്തു മാറ്റിയാൽ ശത്രുക്കളുടെ അതിക്രമം ശതഗുണീഭവിക്കുമോ എന്ന് ഭയപ്പെട്ടു ആ പ്രിയപ്പെട്ട ഭാര്യ. എന്നിട്ട് കുഞ്ഞു കൈകളുടെ ഉടമസ്ഥയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു, എന്റെ പൊന്നുമോളെ, മോളെ ഉപ്പയുടെ കഅബയുടെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്ന മോളെ, ഉപ്പാക്ക് തല പൊക്കാൻ കഴിയുന്നില്ല മോളെ, കുഞ്ഞുമോളൊന്ന് ചെല്ലണം, ഉപ്പയുടെ കഴുത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാല ഒന്ന് എടുത്തു മാറ്റണമെന്ന് പറയുമ്പോഴാ കുഞ്ഞുമോൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നത്. എന്റെ ഉപ്പയുടെ കഴുത്തിലാരാ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടത്? ഫാത്തിമ മോൾ ഓടി വരികയാണ് കരഞ്ഞുകൊണ്ട്. ഈ കുഞ്ഞു കൈകൾ കൊണ്ടതാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ കഴുത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാല പിടിച്ചു വലിക്കുകയാണ്. ഈ മോൾക്ക് വലിച്ചെടുക്കാൻ മാത്രം ഭാരമല്ല ഇതുള്ളത്. ഈ കുഞ്ഞു കൈകൾ കൊണ്ട് കരഞ്ഞുകൊണ്ട് ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട്. വളരെ പ്രയാസപ്പെട്ട് എടുത്തു മാറ്റി. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ മോളുടെ പ്രിയപ്പെട്ട പിതാവ് സുജൂദിൽ നിന്ന് തലയങ്ങ് പൊക്കിയപ്പോ കുഞ്ഞുമോളെ, ഈ ഭൂമിയിലുള്ള ചെറിയ പ്രയാസങ്ങളും വേദനകളും അല്ലാതെ നിന്റെ പിതാവിന് ഈ ജീവിതം കഴിഞ്ഞാൽ ഇനി വേദനകളില്ല. കുഞ്ഞുമോളത് കൊണ്ട് പ്രയാസപ്പെടരുത് എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞുമോളെ സമാശ്വസിപ്പിക്കുകയാണ് പിതാവായ മുഹമ്മദ് നബി, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കുഞ്ഞുമോൾ ഫാത്തിമയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഫാത്തിമ മോളും റസൂലുള്ളാഹിന്റെ കൂടെ വീട്ടിലേക്ക് കയറി. അങ്ങനെ ഒരു സംഭവം ഫാത്തിമ ബീവിയുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കിയതാണ്. ചെറുപ്പത്തിലെ ഈ കാണുന്ന പീഡനങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഭാവിയിലുള്ള പരുഷമായ ജീവിതത്തിന് പക്വമാക്കുകയായിരുന്നു. ഭാവിയിൽ കടന്നു വരാനുള്ള ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ചെറുപ്രായത്തിലെ പിതാവ് നേരിടുന്ന പ്രയാസങ്ങൾ ഫാത്തിമ മോളുടെ മനസ്സിനെ പക്വമാക്കിയിരുന്നു എന്ന് വേണം ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മക്കയിൽ പീഡനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല പിന്നീട് ഫാത്തിമ മോൾ കാണുന്നത് ഉപ്പർക്ക് നേരെയുള്ള പീഡനങ്ങൾ ശതഗുണീഭവിക്കുന്നതാണ്. അതിന്റെ ഭാഗമായി നുബുവത്തിന്റെ 7ാമത്തെ വർഷമാണ്. നുബുവത്തിന്റെ 7ാമത്തെ വർഷം
ഫാത്തിമ മോൾക്ക് അന്ന് 12 വയസ്സാണ് പ്രായം. നബുവത്തിന്റെ 7ാമത്തെ വർഷമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലുള്ള ശൈബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ശത്രുക്കൾ തടഞ്ഞു നിർത്തുന്നത്. ശൈബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരുവ് കാണുമ്പോൾ ഇന്നും കരയാത്ത കണ്ണുകൾ ഉണ്ടാവുകയില്ല. പരിശുദ്ധമായ മക്കയിൽ കഅബയോട് ചേർന്നാണ് ആ മലഞ്ചെരുവുള്ളത്. അള്ളാഹുവിന്റെ ഹബീബിനെയും കുടുംബത്തെയും 3 കൊല്ലം ശത്രുക്കൾ തടഞ്ഞു വെച്ചതവിടെയാണ്. മക്കയിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഇസ്ലാമുമായി വിശുദ്ധ ഇസ്ലാമുമായി കടന്നു വന്ന വിരോധമല്ലാതെ മക്കക്കാർ ഈ പീഡനത്തിനിരയാക്കാൻ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് തായിഫിലേക്ക് പോയി തിരിച്ചു വന്ന പുണ്യ നബിയെ മക്കയിലേക്ക് കടക്കാൻ ശത്രുക്കൾ അനുവദിച്ചില്ല. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്കെതിരെ സഹായം മറ്റു നാട്ടിലുള്ളവരോട് സഹായം തേടാൻ പോയവരാണ്. അതുകൊണ്ട് മുഹമ്മദേ, നിന്നെ മക്കയിലേക്ക് കടത്തുന്ന വൃത്തമില്ല. ശൈബ് അബീ ത്വാലിബിൽ തടഞ്ഞു വെച്ചവർ ശൈബ് അബീ ത്വാലിബിൽ തടഞ്ഞു വെച്ചപ്പോഴാൻ വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. 3 കൊല്ലം പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു മക്കക്കാരുടെ ലക്ഷ്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നുകളയുക, ഇതായിരുന്നു മക്കക്കാരുടെ ലക്ഷ്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും റസൂലുള്ളാഹിന്റെ വിശ്വസിച്ച കുടുംബക്കാരും തടങ്കലിലാണ്. അപ്പോഴല്ലേ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ഖദീജ, കുഞ്ഞുമക്കളെയും കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. ഇവിടെ ശത്രുക്കൾ എനിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഖദീജ. ഖദീജ, ഇവിടെ വെള്ളം കിട്ടില്ല ഖദീജ, ഭക്ഷണം കിട്ടില്ല ഖദീജ, ക്രൂരമായ പീഡനമാണ് എന്റെ പൊന്നു ഖദീജ. അങ്ങേക്ക് പട്ടിണി കിടന്നു പരിചയമില്ലല്ലോ ഖദീജ, അങ്ങേക്ക് ദാഹിച്ചു ശീലമില്ലല്ലോ ഖദീജ, സമ്പന്ന കുടുംബത്തിലല്ലേ അങ്ങ് ജനിച്ചത്, അതുകൊണ്ട് പൊന്നു മക്കളെ കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. ഈ പ്രയാസങ്ങൾ സഹിക്കാൻ അങ്ങേക്ക് കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ മോൾ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഫാത്തിമ മോളുടെ കുടുംബജീവിതത്തിൽ തന്റെ ഭർത്താവിനോട് അടക്കാനാവാത്ത സ്നേഹം ഫാത്തിമയുടെ കൽബിലേക്ക് ഇഞ്ചക്ട് ചെയ്തത് മാതാവായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഉമ്മമാര് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇവിടെയാണ്. മാതാവ് നന്നാവാതെ മക്കൾ നന്നാവില്ല, പിതാവ് നന്നാവാതെ മക്കൾ നന്നാവില്ല. ഭർത്താവിനോട് മാതാവിന്റെ സമീപനം എന്താണോ, ഭർത്താവിനോട് ഭാര്യയുടെ സമീപനം എന്താണോ, അതുതന്നെയാകും അത് കാണുന്ന മക്കളും അവരുടെ ഭർത്താക്കന്മാരോട് കാണിക്കുന്നത്. ഫാത്തിമ മോൾ ഇത് കാണുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ 2 കണ്ണും നിറഞ്ഞു. പുണ്യ നബിയോട് ചോദിക്കാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്. ഫാത്തിമ മോൾ ഇത് കേൾക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഈ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ അങ്ങ് ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബേ വിശപ്പിനോടങ്ങ് മല്ലടിക്കുമ്പോ ഖദീജയായ ഞാൻ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുകയോ നബിയേ? യാ റസൂലല്ലാഹ്, ഒരു തുള്ളി വെള്ളം തൊണ്ട നനക്കാൻ ലഭിക്കാതെ അങ്ങ് ബുദ്ധിമുട്ടാകുമ്പോൾ നബിയേ ഖദീജ ദാഹം തീർക്കുകയോ നബിയേ? അതൊരിക്കലും ഖദീജ ചെയ്യില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജക്ക് ഭക്ഷണം വേണ്ട. അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജക്കും വെള്ളം വേണ്ട. യാ ഹബീബല്ലാഹ്, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ അങ്ങ് പട്ടിണി കിടന്ന് മരിക്കുകയാണോ നബിയേ? അങ്ങയുടെ കൂടെ ഖദീജയും മരിക്കും യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങേക്ക് വെള്ളമില്ലാതെ ഖദീജക്ക് വെള്ളം വേണ്ട, അങ്ങേക്ക് ഭക്ഷണമില്ലാതെ ഖദീജക്ക് ഭക്ഷണം വേണ്ട.
കുഞ്ഞുമോൾ ഫാത്തിമയുടെ മനസ്സിലേക്ക് ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹം അറിയാതെ ആഴ്ന്നിറങ്ങുകയാണ്. കുഞ്ഞുമോൾ ഇത് കേൾക്കുന്നുണ്ട്. 3 കൊല്ലം അങ്ങനെ തന്റെ മക്കളെയും ഭാര്യയെയും കൂട്ടി ഷൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ കഴിഞ്ഞുകൂടുകയാണ്. എന്തായിരുന്നു അവിടുത്തെ ത്യാഗമെന്നറിയുമോ? ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹ, ചിന്തിക്കണം എന്റെ പ്രിയമുള്ള സഹോദര, ഉമ്മമാരെ കേൾക്കണേ, ഉമ്മമാരെ കേൾക്കണം. ഫാത്തിമ മോളുടെ ചെറുകാലം മുതലേ പരീക്ഷണത്തിന്റെ തീക്ഷ്ണമായ ഘട്ടങ്ങളായിരുന്നു. ചെറുപ്പം മുതലേ പരീക്ഷണങ്ങളാണ്. ആരെയാണ് അല്ലാഹു പരീക്ഷിക്കാറുള്ളത്? ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽ-അംബിയാ, ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. പിന്നീട് അവരോടടുത്തവർ. ഇതല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? ആകാശത്തിന് ചുവട്ടിൽ ജീവിച്ചു കഴിഞ്ഞുപോയവരിൽ, ഇനി ജീവിക്കാനിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടതാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഏറ്റവും പരീക്ഷണം നേരിട്ടതാരാണെന്നറിയുമോ? ഹബീബിന്റെ പ്രിയപ്പെട്ട മകളാ, റസൂലിനെ ഏറ്റവും ഇഷ്ടമുള്ള മകളാണ് ഫാത്തിമ മോളാണ് റളിയല്ലാഹു അൻഹാ. ഷൈബ് അബീ ത്വാലിബിലെ കഥ അറിയുമോ നിങ്ങൾക്ക്? കേവലം 11 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സിലേക്ക് കടക്കുന്ന കുഞ്ഞുമോളാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ 5ലും 6ലും പഠിക്കുന്ന കുഞ്ഞുമക്കളില്ലേ? 7ലും പഠിക്കുന്ന 11ഉം 12ഉം വയസ്സായ കുഞ്ഞുമക്കൾ. ചിന്തിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5ഓ 6ഓ 8ഓ നോമ്പല്ലേ അവർ നോൽക്കാറുള്ളൂ. എന്റെ പട്ടിണി കിടക്കാൻ അവർക്ക് കഴിയില്ല. വൈകുന്നേരമാകുമ്പോഴേക്ക് ക്ഷീണിച്ചു പോവുകയാണ്. എന്നാൽ കേൾക്കണേ, ഈ ഫാത്തിമ മോളുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ആഴ്ചകളോളം മാസങ്ങളോളം ഭക്ഷണമില്ല, ആഴ്ചകളോളം ഭക്ഷണമില്ല രേഖപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാലക്കാട് കൊടപ്പനത്തുകൾ തറവാട്ടിലെ എല്ലാ മക്കൾക്കും അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് തരട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ വേദി ഉദ്ഘാടനത്തിനായി മാറിക്കൊടുക്കുകയാണ്. ഷൈബ് അബീ ത്വാലിബിൽ ആ രംഗമൊന്ന് പറഞ്ഞ അടുത്ത വഴിത്തിരിവിലേക്ക് നമ്മുടെ രംഗം, ചരിത്രം മാറുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ അവസ്ഥ എന്തെന്നറിയുമോ? ചരിത്രം രേഖപ്പെടുത്തുകയാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഒരു സ്വഹാബി ആ രംഗം രേഖപ്പെടുത്തുന്നുണ്ട്, പറയുന്നുണ്ട്. ആ സ്വഹാബി പറയുകയാണ്, ഒരു ദിവസം അർദ്ധരാത്രി വല്ലാത്ത വിശപ്പെനിക്ക്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ആ സ്വഹാബി പറയുന്നു, അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ മെല്ലെ എഴുന്നേറ്റപ്പോ ഞാനൊന്ന് വീണു, തളർന്നു വീണു. വീണ്ടും ഞാൻ എഴുന്നേറ്റു. വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് തോന്നി, ഞാൻ എന്തായാലും ഇന്ന് മരണപ്പെടും, എന്തെങ്കിലും ഒന്ന് വിശപ്പടക്കാൻ കിട്ടിയെങ്കിലോ എന്ന് കരുതി അർദ്ധരാത്രിയിലാണ്. ഈ സ്വഹാബി പറയുന്നു, ഞാൻ ആ മലഞ്ചെരുവിലൂടെ നടന്നു. മക്കയിലേക്ക് കടക്കാൻ നിർവാഹമില്ല, കാരണം എല്ലാ ഭാഗത്തും ശത്രുക്കൾ ആളുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് കടക്കുന്നുണ്ടോ? അവർക്കാരെങ്കിലും വെള്ളമോ ഭക്ഷണമോ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ? ഈ സ്വഹാബി പറയുകയാണ്, അങ്ങനെ ഞാൻ എഴുന്നേറ്റു വേച്ചു ഞാൻ നടന്നു ആ മലഞ്ചെരുവിലൂടെ. വല്ലതും കിട്ടുമോന്നറിയാൻ കൂരിരുട്ടുള്ള രാത്രിയാണ്. ഈ സ്വഹാബി പറയുന്നു, കുറെ ഞാൻ നടന്നപ്പോ എന്റെ കാലിൽ പശിമയുള്ള എന്തോ ഒന്ന് തടഞ്ഞു, ഞാൻ അതെടുത്ത് കഴിച്ചു. എന്നിട്ട് ഈ സ്വഹാബി പറയുകയാണ്, ഇന്ന് വരെ ഞാനാ കഴിച്ചതെന്താണെന്ന് എനിക്കറിയില്ല എന്ന് ആ സ്വഹാബി. ചിന്തിക്കൂ എന്റെ പ്രിയമുള്ളവരെ, ഇതായിരുന്നു ഷൈബ് അബീ ത്വാലിബിലെ അവസ്ഥ. അല്ലാഹുവിന്റെ ഹബീബിന്, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു കൊടുത്ത പരീക്ഷണത്തിന്റെ കാഠിന്യമാണ് ഫാത്തിമ മോളുടെ 11 വയസ്സ് കഴിഞ്ഞുള്ള സമയത്തുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദി ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഘട്ടത്തേക്ക് നമ്മൾ കടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ നമ്മുടെ സയ്യിദുമാർ, അവർക്ക് അല്ലാഹു ഈ സമുദായത്തെ ഹക്കിന്റെ വഴിയിലൂടെ ഇതുവരെ ഹക്കിന്റെ വഴിയിലൂടെ മുന്നോട്ട് നയിച്ച പോലെ ഇനിയും
ഹക്കിന്റെ മാർഗത്തിലൂടെ ഉമ്മത്തിനെ ദിശാബോധം കൊടുക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അവരിൽ ജീവിച്ചിരിക്കുന്ന വലിയ കാരണവർക്കും അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാ മക്കൾക്കും അല്ലാഹു അനുഗ്രഹം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉദ്ഘാടനത്തിനായി വേദി മാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ തങ്ങളവറുകളെ ഉദ്ഘാടനത്തിനായി വിനീതമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാദരണീയരായ അധ്യക്ഷൻ ഞാഫാജി സാഹിബ് അവറുകളെ, സേദരേജി സാഹിബ്, ദാറുൽ ഹുദയിലെ മറ്റ് സമ്പന്നത പണ്ഡിത ശ്രേഷ്ഠന്മാരെ, നിങ്ങളെല്ലാവരും ആവേശപൂർവ്വം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു വരുന്ന പ്രിയപ്പെട്ട മുസ്തഫ ഹുദവി അക്കൂർ അവറുകളെ, ഇവിടെ കൂടിയ പലമാക്കളെ മറാക്കളെ സഹോദരി സഹോദരന്മാർ, ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ദാറുൽ ഹുദ ക്യാമ്പസ് എല്ലാ വർഷവും പരിശുദ്ധ റമദാൻ മാസത്തിൽ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ റമദാൻ അറിവ് തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ഒരു മാസം കൂടിയായിട്ടാണല്ലോ ലോകമെങ്ങും അത് അറിയപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെയാകും ആ പുണ്യത്തിൻ്റെ സവിശേഷത കൊണ്ട് തന്നെയാണ് റംസാൻ മാസത്തെ അറിവ് തേടുന്നവരുടെ അനുഗ്രഹീത മാസമായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഹുദവി തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയില്ല, അദ്ദേഹം വിദേശത്താണ്. ഖുർആൻ സംബന്ധമായിട്ടുള്ള പ്രഭാഷണത്തിന് പോയ വ്യക്തിത്വമാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലും പരിശുദ്ധ റമദാൻ മാസം അറിവിന്റെ കൈമാറ്റം നടത്തുന്ന മാസമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം പണ്ഡിതന്മാർ അവിടെ ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം തന്നെ എത്തി ഈ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് റമദാനെ സ്നേഹിക്കുന്നവരുടെ ആവശ്യവും. റമദാൻ ആത്മസംസ്കരണത്തിന്റെ മാസമാണത്, ആത്മശുദ്ധീകരണത്തിന്റെ മാസമാണ്, ആത്മനിവേദനങ്ങളുടെ മാസമാണ്. അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണോ സമർപ്പിക്കുവാനുള്ളത്, ആ സമർപ്പണം ഏറ്റവും ഏറെ നിറവേറ്റാൻ കഴിയുന്ന മാസം, ആത്മനിവേദനത്തിന്റെ മാസം. ഏതൊരു അടിമക്കും ആത്മനിവേദനത്തിന് അവകാശമുണ്ട് അവന്റെ ഉടമയായ അള്ളാഹുവിനോട്. അള്ളാഹു അത് ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിവേദനങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് തന്റെ കടമ എന്നാണ് അള്ളാഹു അവന്റെ സൃഷ്ടികളും അടിമകളുമായിട്ടുള്ള മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ ആ ഒരു കടമ. ആത്മനിവേദനങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത്, ആത്മനിവേദനങ്ങൾക്ക് നമ്മൾ സന്നദ്ധമാവുക എന്നത് തന്നെയാണ് ഒരു വിശ്വാസിക്ക് അവന്റെ ഉടമയായ അള്ളാഹുവിന്റെ മുമ്പിൽ ഉള്ള ആ സമർപ്പണത്തിന്റെ മാനദണ്ഡം. ഇസ്ലാം എന്നത് പരിപൂർണമായ അനുസരണത്തിന്റെ മതമാണല്ലോ. സൃഷ്ടാവിനെ പരിപൂർണമായി അനുസരിക്കുക എന്നത് അത് റമദാൻ നമുക്കത് കൂടുതൽ അതിന്റെ വ്യാപ്തി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് അനുസരണം?
എന്ന് റമദാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലെങ്കിൽ അങ്ങനെ അടിമകളെ കൊണ്ട് പഠിക്കാനും പരിശീലിക്കാനുമുള്ള മാസമായി റമദാനെ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുകയാണ്. തഖ്വയിലേക്ക് നമ്മെ നയിക്കുന്ന ഈ വിശുദ്ധമായിട്ടുള്ള മാസം അല്ലാഹുവിന്റെ പ്രവാചകന്മാരും സാലിഹീങ്ങളും സൂഫിവര്യന്മാരും ഔലിയാക്കളും അവരെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക എന്നത് പരിപൂർണമായിട്ടുള്ള അനുസരണമാണ്. സർവ്വതിനേക്കാളും അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ പിൻപറ്റുക, അവനെ സ്നേഹിക്കുക, അവനെ പ്രണയിക്കുക എന്നത് അതാണല്ലോ സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും സൂഫിയാക്കന്മാരും എല്ലാം അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാതൃക. അവർക്ക് എല്ലാ മാസവും റമദാനാണ്. സാധാരണ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റമദാനിൽ അല്പമൊക്കെ ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ പ്രവാചകന്മാരും സൂഫിവര്യന്മാരും സാലിഹീങ്ങളും ഒക്കെ റമദാൻ അല്ലാത്ത മാസങ്ങളിലും അവരുടെ ജീവിതം റമദാനിന് തുല്യമായിരുന്നു. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അവരുടെ ആ മാതൃകകളിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമുക്ക് കൊണ്ടുപോകുവാനുള്ള മികച്ച അവസരമാണ് വിശുദ്ധ റമദാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ആത്മസംസ്കരണത്തിന്റെ, പാപ വിമോചനത്തിന്റെ, നരക വിമോചനത്തിന്റെ, സർവോപരി സ്വർഗീയ പ്രവേശനത്തിന്റെ ഈ മാസം റമദാനിൽ സാക്ഷിയാകുന്നവരെ അള്ളാഹു കൈവിടുകയില്ല. റമദാനിൽ സാക്ഷിയാവുക എന്നത് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. കഴിഞ്ഞ റജബിലും ഷഅബാനിലും നമ്മൾ നടത്തിയ ദുആകൾ, ഓരോ നമസ്കാര ശേഷവും നമ്മൾ നടത്തിയ ദുആ, റജബിൽ ഷഅബാനിൽ ബർക്കത്ത് ചെയ്യണം, റമദാനിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമേ എന്നാണ് ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു എന്നതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളും റമദാനിൽ സാക്ഷിയായിട്ടുള്ളത്. ഹതഭാഗ്യരായിട്ടുള്ള സഹോദരങ്ങളിൽ ചിലർ ഈ റമദാനിന് സാക്ഷിയാകുവാനുള്ള ആയുസ്സില്ലാതെ അള്ളാഹുവിന്റെ വിധിക്ക്, അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവർ മരണതീരത്തേക്ക് അണഞ്ഞിട്ടുണ്ട്. ഇവിടെ കൂടിയ നമ്മൾ, ഈ റമദാനിൽ സാക്ഷിയാകുന്ന, ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള നമ്മൾ, നമുക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തന്നത് 30 ദിവസത്തേക്കല്ല, ആജീവനാന്തമാണ്. അല്ലെങ്കിൽ ഒരു പുരുഷായുസ് മുഴുവനും ഉള്ള ആയുസിന്റെ ദൈർഘ്യമാണ് പരിശുദ്ധ റമദാനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ ആദരിച്ചത്, അള്ളാഹു നമുക്ക് അത് സമ്മാനമായി നൽകിയിട്ടുള്ളത്, ആയുസ്സാണ് സമ്മാനമായി നൽകിയിട്ടുള്ളത്. 30 ദിനങ്ങളല്ല, അല്ലെങ്കിൽ റമദാനിന്റെ 29 ദിവസങ്ങളല്ല, ആയുസ്സാണ്. റമദാനില് ജീവിക്കുവാൻ കഴിയുന്നവർക്ക് അള്ളാഹു നൽകുന്നത് ഒരു ആയുസ് തന്നെയാണ്. കാരണം ഒരു പുരുഷായുസ്സിൽ ചെയ്തു തീർത്താലും തീരാത്ത സൽക്കർമ്മങ്ങളും അവയുടെ പ്രതിഫലങ്ങളും ഈ റമദാനിൽ അള്ളാഹു നമുക്ക് കരുതി വച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദറിന്റെ അവർണ്ണനീയമായ, അനിർവചനീയമായ, അല്ലെങ്കിൽ അനന്തമായ ആ അനുഗ്രഹീത വർഷം, അത് നിറഞ്ഞു നിൽക്കുന്ന മാസം, അതിന്റെ നിമിഷങ്ങളും, ആ നിമിഷങ്ങളിൽ അള്ളാഹുവിന്റെ പരകോടി മലായിക്കത്തുകൾ അവരും ചൊല്ലുന്ന ആമീന്റെ ആ നിമിഷങ്ങൾ യോജിച്ചു വരുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ തുറക്കലാണ്. അത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അത്രയും സ്വർഗം കൊണ്ട് ഉറപ്പാക്കപ്പെട്ട മാസത്തിലുള്ള ജീവിതം, ആ ജീവിതത്തെ സർവശക്തനായ റബ്ബ് നമുക്കെല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ട് അതിനെ നിറച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹുദവി മുസ്തഫ ഹുദവി അവർ നിരന്തരമായി പ്രസംഗിച്ചും പ്രബോധന ദൗത്യം നിറവേറ്റിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിനും അല്ലാഹു കൂടുതൽ ആഫിയത്തും സിഹത്തും തോക്കത്തിനെയും
അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറവേറ്റതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമുക്ക്, നമ്മുടെ സഹോദരിമാർക്ക് ഒരു മാതൃകയായി മാറുക എന്ന ലക്ഷ്യത്തിലാണ് സമുദായത്തിലെ സഹോദരിമാർ നന്മയില്ലാത്തവരെ ജീവിതത്തിന്റെ മാതൃകയാക്കുന്ന കാലഘട്ടത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കാൻ പറഞ്ഞ ഈ മഹദിയുടെ ജീവിതം പഠിക്കുകയാണ് നമ്മൾ ഈ വേദിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഉദ്ഘാടനം ചെയ്ത് ആദ്യ ദിവസം നമ്മെ ധന്യരാക്കിയ മഹാനായ തങ്ങളവറുകൾക്ക് വേണ്ടി, എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ തങ്ങളവറുകൾക്ക് വേണ്ടി, തങ്ങളവറുകൾക്ക് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും അതിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന ഹാദിയാക്ക് വേണ്ടിയുമൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താനും ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഷൈബ അബീ ത്വാലിബിലുള്ള ഈ കഷ്ടപ്പാടും പ്രയാസവും കഴിഞ്ഞ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും മക്കയിലേക്ക് കടന്നു. ഈ ഉപരോധം 3 കൊല്ലമാണ് വേണ്ടിവന്നത്. അവസാനം മക്കക്കാർ തന്നെ പറഞ്ഞു, മക്കക്കാരുടെ കൂട്ടത്തിൽ ഒരൽപ്പം മനുഷ്യത്വമുള്ള ആളുകൾ ഈ ഉപരോധത്തിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഒരാള് അദ്ദേഹത്തിലുള്ള നമുക്കെതിരായ ഒരു ചെറിയ തെറ്റുകാരണമാ അദ്ദേഹത്തെ നമ്മൾ പട്ടിണിക്കിട്ട് ശിക്ഷിക്കുന്നതും കൊല്ലുന്നതും ശരിയല്ല എന്ന മനുഷ്യത്വത്തിന്റെ ചിന്ത ഉയർന്നു വന്നു. അവസാനം മക്കക്കാർ ഉപരോധം പിൻവലിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മക്കയിലേക്ക് കടക്കാനും കയറാനും അവർക്ക് അവകാശം ലഭിച്ചു. പക്ഷേ ഈ ഉപരോധം കഴിയുമ്പോഴേക്ക് ഫാത്തിമ മോൾക്ക് തന്നെ മാതാവിനെ നഷ്ടപ്പെടുമെന്ന് ഫാത്തിമ മോൾ മനസ്സിലാക്കിയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളും കുടുംബവും ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി മാറി. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് പട്ടിണി കിടന്ന ശീലമില്ല. ധനാഢ്യ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 3 കൊല്ലം പട്ടിണി കിടന്നപ്പോഴേ ശാരീരികമായി തളർന്നുപോയി, ക്ഷീണിച്ചുപോയി. ഫാത്തിമ മോളുടെ പ്രിയപ്പെട്ട മാതാവ് രോഗിയായി കിടക്കുകയാണ്. രോഗിയായി കിടക്കുമ്പോൾ ഫാത്തിമ മോൾ കാണുന്നത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പിതാവ്, തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഭർത്താവ് അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയുടെ ഭാഗത്ത് വന്നിരിക്കുന്നതാണ്. നേരത്തെ ജബലുൻ നൂറിൽ നിന്ന്, ഇറാ ഗുഹയിൽ നിന്ന് പ്രിയപ്പെട്ട പിതാവ് പേടിച്ചോടി വന്നപ്പോൾ പിതാവിന്റെ തലഭാഗത്തിരുന്ന് സമാധാനിപ്പിച്ച പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവ് അവശയായി കിടക്കുമ്പോൾ അതേ മാതൃകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവ് കാണിച്ചത്. മാതാവിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ തന്റെ കൈയോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. സമാധാനത്തിനായി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈപ്പത്തിയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. പുണ്യനബി ഖദീജ ബീവിയോട് പറയുന്നുണ്ട്, രോഗത്തിന്റെ അവസ്ഥയിലും പറയുന്നത് ആ കുഞ്ഞുമോൾ കേൾക്കുന്നത്, ഭയപ്പെടേണ്ട ഖദീജ, പ്രയാസപ്പെടേണ്ട, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ്. ഇത് പറയുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. ഫാത്തിമ മോൾ കാണുന്നതാണ്. അതേപോലെ പിതാവും കരയുന്നുണ്ട്, മാതാവും കരയുന്നുണ്ട്, രണ്ടുപേരും കരയുന്നുണ്ട്. ഇത് സമാശ്വസിപ്പിക്കാനായി ഉപ്പ പറയുന്നുവെങ്കിലും ഉപ്പയും കണ്ണുനീര് തുടക്കുന്നുണ്ട്, ഉമ്മയും കണ്ണുനീര് തുടക്കുന്നുണ്ട്. ഖദീജ ബീവി പ്രിയപ്പെട്ട മാതാവ് ഇത് പറയുന്ന പുണ്യനബിയോട്, പിതാവിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഈ രോഗത്തിൽ ഞാൻ മരണപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നബിയേ. പക്ഷേ ഞാൻ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതല്ല, വിട പറയുന്നതല്ല എനിക്കെന്റെ ഭയം. യാ റസൂലല്ലാഹ്,
എന്തായാലും ഒരു ദിവസം നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് വേർപിരിയേണ്ടവരല്ലേ? പക്ഷേ ഹബീബായ നബിയെ, ഞാൻ ഈ ലോകത്തിൽ മരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നത് എന്റെ കാലശേഷം അങ്ങയുടെ അവസ്ഥ എന്താകുമെന്നാണ് നബിയെ. ചിന്തിക്കണേ, നിങ്ങളൊരു കുഞ്ഞുമോൾ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മകൾ ഭർത്താവിന്റെ കൂടെ ഏറ്റവും നല്ല ഭാര്യയായി കഴിഞ്ഞുകൂടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആ സ്വഭാവം എവിടെ നിന്നിറങ്ങി വരേണ്ടതാണ്? ആകാശത്ത് നിന്ന് ഇറങ്ങി വരേണ്ടതല്ല. വീട്ടിന്റെ അകത്തളത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൊന്നുമക്കളാണ് ഭർത്താക്കന്മാരോടുള്ള സ്നേഹം അവർ ഒപ്പിയെടുക്കേണ്ടത് വീട്ടിന്റെ അകത്തളത്തിൽ നിന്നാണ്. ഫാത്തിമ മോൾ കാണുന്നത് പ്രിയപ്പെട്ട മാതാവ് ഉപ്പയോട് പ്രതികരിക്കുന്നതാണ്. യാ റസൂലല്ലാഹ്, ഞാൻ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നബിയെ, അങ്ങ് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിറങ്ങിയപ്പോ അങ്ങേക്കെതിരെ ശക്തമായ ശത്രുക്കൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ശക്തമായ പീഡനങ്ങൾ വീട്ടിലാണെങ്കിലോ ഞാൻ അങ്ങ് മരിച്ചുപോയാൽ 4 മക്കളും അങ്ങയും ഒറ്റക്കാവും മാത്രമല്ല, 4 മക്കളും അങ്ങയും ഒറ്റക്കാകുന്നത് മാത്രമല്ല, മൂത്ത മോളെ വിവാഹം കഴിച്ചത് സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് അബുൽ ആസാൻ. അബുൽ ആസ് നബിയേ, അങ്ങയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഇപ്പോൾ. സൈനബ് റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് പറഞ്ഞേക്കാറില്ല. ചിന്തിക്കണം എന്റെ സഹോദരങ്ങളെ, ഫാത്തിമ മോൾ ഈ ഉമ്മയുടെ ത്യാഗവും പിതാവിന്റെ ത്യാഗവുമായി പഠിച്ചു മനസ്സിലാക്കുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന രോഗത്തിൽ കിടക്കുമ്പോൾ മൂത്ത മോൾ സൈനബ് റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരാറില്ല. എന്താ കാരണം? അബുൽ ആസ് റസൂലുള്ളാഹിന്റെ ശത്രുവാണ്. സൈനബയെ വീട്ടിലേക്ക് പറഞ്ഞേക്കാറില്ല റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മോൾ സൈനബ് റളിയല്ലാഹു അൻഹയെ കാണാനുള്ള അവസരമില്ലാതെയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഇതിനേക്കാൾ ത്യാഗം സഹിച്ച ഒരു പെണ്ണ് ഭൂമിയിൽ ആരാണ്? ഇതിനേക്കാൾ വലിയ വേദന അനുഭവിച്ച ഒരു പെണ്ണ് ഭൂമിയിൽ ആരാണ്? എന്റെ പെങ്ങളെ, അവസാനിക്കുന്നില്ല ഫാത്തിമ മോളുടെ പ്രിയപ്പെട്ട മാതാവിന്റെ പ്രയാസങ്ങൾ. രണ്ടാമത്തെ മോളുണ്ടല്ലോ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ, വിവാഹം കഴിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. പക്ഷേ ശത്രുക്കൾ മക്കയിൽ അവരെ ജീവിക്കാൻ വിടുന്നില്ല. അതുകൊണ്ട് അവർ മാറി താമസിക്കാറാണ്. കുറെ കാലം അവർ അബ്ശായിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മൂന്നാമത്തെ മോളില്ലേ ഉമ്മു കുൽഥൂം റളിയല്ലാഹു അൻഹ, ഈ ഉമ്മു കുൽഥൂമിനെയും റുഖിയ ബീവിയെയും ആദ്യം നിക്കാഹ് ചെയ്തിരുന്നത് അബൂലഹബിന്റെ 2 മക്കളായിരുന്നു. അബൂലഹബിന്റെ മക്കൾ എന്നിട്ടോ വീട്ടിൽ കൂടുന്നതിന് മുമ്പേ ത്വലാഖ് ചൊല്ലിക്കളഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, ആർക്കാണ് ഈ പരീക്ഷണമെന്ന്? അൻതല്ലദീ ലൗലാക മാ ഖുലിഖ ഇംറുഉൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. പെങ്ങളെ, നിന്റെ മോള് ഒരാൾ കാണാൻ വന്നു. അവൻ വളയിട്ട് കൊടുത്തു പോയി. പിന്നെ പറഞ്ഞു, ആരോ ഫിത്ന പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, അവളെ തിരിച്ചു തരണം. നീ എന്തിനാ ടെൻഷനാവുന്നത്? നിന്നെക്കാൾ വലിയ ടെൻഷനാണ് ഈ പുണ്യനബിയുടെ വീട്ടിന്റെ അകത്ത്, ഫാത്തിമ മോളുടെ വീട്ടിന്റെ അകത്താണ്. ഫാത്തിമ മോൾ ഈ വേദന മുഴുവൻ കാണുകയാണ് മാതാവിന്റെ. ഉമ്മു കുൽഥൂമിനെയും റുഖിയ ബീവിയെയും അബൂലഹബിന്റെ 2 മക്കളും തലാഖ് ചൊല്ലിക്കളഞ്ഞു വീട്ടിൽ കൂടുന്നതിന് മുമ്പ്. ഈ വേദന സഹിച്ച മാതാവ് മരണശയ്യയിൽ കിടക്കുന്നത്. അതിൽ റുഖിയ മോളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു, ആശ്വാസമുണ്ട്. പക്ഷേ തന്നെ ശുശ്രൂഷിക്കുന്ന ഉമ്മു കുൽഥൂം ഉണ്ടല്ലോ, ഉമ്മു കുൽഥൂമിന്റെ വിവാഹം പിന്നെ നടന്നിട്ടില്ല. ഉമ്മു കുൽഥൂമിനെ കാണുമ്പോൾ മുഴുവൻ ഖദീജയുടെ കണ്ണ് നിറയും. വേവലാതിയിലല്ല, തന്റെ മുന്നമോളുടെ വിവാഹം ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ വേദനയിലാണ് ഉമ്മ കഴിഞ്ഞുകൂടുന്നത്. പുണ്യനബിയോട് പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഈ വേദന മുഴുവൻ അങ്ങയുടെ കൂടെ താങ്ങാൻ ഞാൻ ഉണ്ടായിരുന്നല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, ഞാൻ ലോകത്തോട് വിട പറഞ്ഞാൽ ഈ വേദന പിന്നെ അങ്ങ് ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരില്ല നബിയേ. അതാണ് എന്നെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഖദീജ ബീവി കണ്ണ് തുടക്കുമ്പോൾ, സാരമില്ല ഖദീജ,
അള്ളാഹു അങ്ങേക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ നൽകി അനുഗ്രഹിക്കും ഖദീജ എന്ന് പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും കരയുന്നുണ്ട്. ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹ കാണുന്നത് ഉമ്മ ഉപ്പയോട് വസിയ്യത്ത് ചെയ്യുന്നതാണ്. റസൂലിനോട് യാ റസൂലല്ലാഹ്, ഞാൻ ഈ രോഗത്തിൽ മരിക്കുമെന്ന് എന്റെ മനസ്സിനോട് പറയുന്നുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം. നിങ്ങളാണ് എന്നെ കഫം ചെയ്യേണ്ടത്. നിങ്ങളാണ് എന്നെ മയ്യത്ത് കെട്ടിലേക്ക് കയറ്റി വെക്കേണ്ടത്. നിങ്ങൾ എന്നെ ചുമന്നു കൊണ്ടുപോകുന്ന കൂട്ടത്തിലുണ്ടാകണം. അങ്ങനെ എന്റെ മയ്യത്ത് ഖബറിനടുത്തെത്തിയാൽ ഖബറിലേക്ക് ഞാൻ എന്റെ ശരീരം ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നതിന് മുമ്പ് ഹബീബായ നബി അങ്ങൊന്ന് ആ ഖബറിൽ ഇറങ്ങണം നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാലിന്റെ സ്പർശനമുണ്ടായ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ് ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ വെളിവരെ ഖദീജ കിടക്കാൻ ആഗ്രഹിക്കുന്നത്. യാ റസൂലല്ലാഹ്, അതുകൊണ്ട് അങ്ങന്റെ ഖബറിലേക്ക് ഇറങ്ങണം. എന്നിട്ട് അങ്ങനെ എന്റെ ഖബറിൽ വെച്ചു തരണം നബിയേ. ഇത് പറഞ്ഞു ഖദീജ കരയുന്നുണ്ട്. കേട്ട് കുഞ്ഞുമോൾ കരയുന്നുണ്ട്. പുണ്യനബിയും കരയുന്നുണ്ട്. കരച്ചിലടക്കി പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മ ഉപ്പയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന കഫംപുടയിലാണ് എന്നെ കഫം ചെയ്യേണ്ടത്. വീടിന്റെ മേൽക്കൂരത്തായി കഫംപുട തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നു. പുണ്യനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ഖദീജ ബീവിയുടെ വസിയത്ത് പ്രകാരം ഖദീജ ബീവിയെ കുളിപ്പിക്കുന്നു. കുളിപ്പിച്ചു കഴിഞ്ഞ് കഫം ചെയ്യാനായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ തയ്യാർ ചെയ്ത കഫംപട എടുത്തു. ആ കഫംപട നിലത്തങ്ങ് വിരിച്ചപ്പോഴല്ലേ ലോകത്തിന്റെ ഗുരു തേങ്ങി കരഞ്ഞുപോയതും മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യയുടെ മകളായ ഏറ്റവും വലിയ ധനികയായിരുന്ന കച്ചവടക്കാരിയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫംപുട 40ഓളം തുണിക്കഷ്ടങ്ങൾ വെച്ച് തുന്നിപ്പിടിപ്പിച്ച കഫംപുടയായിരുന്നു. ഇതങ്ങ് നിവർത്തിയപ്പോഴാ പുണ്യനബിയുടെ 2 കണ്ണും നിറഞ്ഞൊളിച്ചത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ സ്വത്ത് മുഴുവൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുത്തു. അങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞത്. കുഞ്ഞുമോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഖബറടക്കം കഴിഞ്ഞു. ആ ദുഃഖം പിന്നെ മാസങ്ങളോളം തളം കെട്ടി നിൽക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതോടുകൂടെ ഫാത്തിമ മോൾ ഒറ്റപ്പെട്ട പോലെയായി. പക്ഷേ ഫാത്തിമ മോൾക്ക് ഏക ആശ്വാസമുണ്ടായിരുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന തന്റെ സ്നേഹനിധിയായ പിതാവായിരുന്നു. റസൂലുള്ളാഹിക്ക് ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമാണ്. ഉമ്മ കൊടുക്കേണ്ട സ്നേഹവും കൂടെ പിന്നെ ഫാത്തിമ മോൾക്ക് റസൂലുള്ളാഹി തന്നെ കൊടുക്കും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കയിലെ സാഹചര്യം പൂർണ്ണമായി എതിരായി. അതിക്രമങ്ങൾ ശതഗുണീഭവിച്ചു. മക്കയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. അപ്പോഴാണ് ഹജ്ജിനായി വന്ന മദീനയിൽ നിന്ന് വന്ന ഏതാനും ചില ആളുകൾ റസൂലുള്ളാഹി കാണാൻ ഇടവരുന്നത്. അവരുമായി ചില കരാറിൽ ഏർപ്പെട്ടു. അവർ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് ക്ഷണിച്ചു. യാ റസൂലുള്ളാഹ്, എന്തിനാണ് ഈ മക്കയിൽ കിടന്ന് ഈ പീഡനം സഹിക്കുന്നത് നബിയെ? അങ്ങേക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഞങ്ങൾ നൽകാം യാ റസൂലല്ലാഹ്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിതനായിരുന്ന തന്റെ അനുചരന്മാരെ മദീന മുനവ്വറയിലേക്ക് അയച്ചു. അല്ലാഹുവിന്റെ ഹബീബ് തനിക്ക് പോകാനുള്ള അല്ലാഹുവിന്റെ സമ്മതം കാത്തിരിക്കുകയാണ്. അപ്പോഴാണല്ലോ ഒരു സാഹചര്യം ഉണ്ടായത്. ശത്രുക്കൾ മുഴുവൻ തന്റെ വീട് വളഞ്ഞു. നബുവത്തിന്റെ 13ാമത്തെ വർഷമായിരുന്നു ഈ സംഭവം. ശത്രുക്കൾ മുഴുവൻ റസൂലുള്ളാഹിന്റെ വീട് വളഞ്ഞ് റസൂലുള്ളാഹിനെ കൊല്ലാനായി കാത്തിരിക്കുകയാണ്. ഈ വിവരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ അറിയിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്നൊരു പിടി മണ്ണ് വാരി എന്നിട്ട് അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതിയതിൽ മന്ത്രിച്ചു. കതക് തുറന്ന് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞു. എല്ലാവരുടെ കണ്ണിലും മണ്ണായി. അസമയമാണല്ലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. പാതിരാവിൽ എങ്ങനെ ഇറങ്ങിപ്പോകും? ആ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. വീട്ടിനകത്ത്
ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കൂടെയാണ്. റുഖയ്യ ബീവി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്. വീട്ടിനകത്താരാ ഉള്ളത്? കുഞ്ഞുമോൾ ഉമ്മു കുൽസൂമാണ്. പിന്നെ ആരാ ഉള്ളത്? പിന്നെ പ്രിയപ്പെട്ട കരളിന്റെ ഘട്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇവർ രണ്ടുപേരാ വീട്ടിനകത്തുള്ളത്. ചിന്തിക്കണം നിങ്ങൾ, എങ്ങനെ ഇറങ്ങിപ്പോകും ആ പിതാവ്? സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഇവരുടെ ചുമതല കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മദീനയിലേക്ക് പോവുകയാണ് ഞാൻ, അതുകൊണ്ട് എന്റെ ഈ രണ്ട് പൊന്നുമക്കളെ മദീനയിൽ എത്തിക്കേണ്ട ചുമതല ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർദ്ധരാത്രിയിൽ ഇറങ്ങി നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ടതാ ഹിജ്റ പുറപ്പെടുകയാണ് മദീനയിലേക്ക്. തലഅൽ ബദറു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിത ബിൽ അംറിൽ മുതാഇ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയി. മദീന മുനവ്വറയിൽ അവർ എത്തിച്ചേരുകയാണ്. അതിനു മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നിറങ്ങി നേരെ അവർ ചെന്നത് ഹിറാ സൗറിലേക്കാണ്. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അവിടെ തങ്ങിയിട്ടാണ് അവർ പുറപ്പെടുന്നത്. ശത്രുക്കളുടെ തെരച്ചിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ മദീന മുനവ്വറയിലേക്ക് എത്തിയപ്പോഴേ എന്തെന്നില്ലാത്ത സ്വീകരണം. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് സന്തുഷ്ടമായിട്ടില്ല. കാരണം തന്റെ കരടിന്റെ ഘട്ടമായ ഫാത്തിമ മോൾ മക്കയിലാണ്, ഉമ്മു കുൽസൂമും മക്കയിലാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പോയല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമതല കൊടുത്ത സയ്യിദ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരെയും ഒട്ടകക്കട്ടിൽ കയറ്റുകയാണ്. രാത്രിയിലാണ്, അർദ്ധരാത്രിയാണ് സംഭവമെന്റെ. രാത്രിയാണ് ഇവർ രണ്ടുപേരെയും മക്കയിൽ നിന്ന് കടത്തുന്നത്. എന്താ കാരണം? പകലിൽ കണ്ടാൽ ശത്രുക്കൾ പക തീർക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാനായി കാത്തിരുന്ന ശത്രുക്കൾ പിറ്റേ ദിവസം കതക് തുറന്ന പാടെ കണ്ടത് റസൂലുള്ളാഹി മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ആ വിരോധം തീർക്കാൻ കാത്തിരിക്കുകയാണവർ. അതുകൊണ്ട് തന്നെ ഫാത്തിമ മോളെയും ഉമ്മു കുൽസൂമിനെയും പകലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ശത്രുക്കൾ കണ്ടാൽ പക തീർക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് രാത്രിയിലാണ്. മക്ക ശാന്തമായി, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയപ്പോഴാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ഒട്ടകക്കട്ടിലുമായി വരുന്നത്. ഫാത്തിമ മോളെയും ഉമ്മു കുൽസൂമിനെയും ആ ഒട്ടകത്തിന്റെ അകത്ത് കയറ്റി ഇരുത്തിയിട്ടതാമല്ല യാത്ര പുറപ്പെടുകയാണ്. ആരെങ്കിലും ഉണ്ടോ എന്ന് ശക്തമായി ശ്രദ്ധിക്കുന്നുണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു. കുറെ അങ്ങെത്തിയപ്പോഴാണ് വഴിക്ക് നിന്ന് ഒരു ശത്രുവത ഓടി വരികയാണ്. എടാ സയ്യിദേ, രാത്രിയുടെ ഇരുട്ടില്ലയാൾക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായി. എടാ സയ്യിദേ, നീ മുഹമ്മദിന്റെ മക്കളെയുമായി രക്ഷപ്പെടുകയാണല്ലടാ. മുഹമ്മദ് തന്നെ രക്ഷപ്പെട്ടു, സമ്മതിക്കില്ല ഞാൻ ഇവരെയുമായി യാത്ര ചെയ്യാനെന്ന് പറഞ്ഞയാൽ ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പേടിച്ചുപോയി. നിങ്ങൾ ചിന്തിക്കെന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ചിന്തിക്കൂ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. 10, 16, 15 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞുമോൾ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? ഈ നേതാവാണ് നിങ്ങളുടെ നേതാവെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവർക്ക് ഭൂമിയിൽ ഒരിക്കലും സുഖിക്കാൻ കഴിയില്ല. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതമാണ് നമ്മൾ പറയുന്നത്. പെങ്ങളെ, തന്റെ ഭർത്താവിന്റെ വീട്ടിലെ സുഖം പോരാ, തന്റെ ഭർത്താവിന്റെ വീട്ടിലെ സൗകര്യമില്ല, തന്റെ ഭർത്താവിനിക്ക് സൗകര്യം വേണ്ട വിധം ചെയ്തു തരുന്നില്ല എന്ന പരാതി എവിടെ പറയാൻ? കുഞ്ഞുമോളുടെ ജീവിതത്തിൽ പിതാവിന്റെ കൂടെയുള്ള ജീവിതമാണ് നമ്മൾ ഈ പറയുന്നത്. അതാ ഒട്ടകക്കട്ടിൽ കയറിയിരിക്കുകയാണ്. ഉടനെയായി ശത്രു ആഘോഷിച്ചുകൊണ്ട് ഓടി വരുന്നത്. ആകെ പ്രയാസമായി സയ്യിദ് റളിയല്ലാഹു അൻഹു പേടിച്ചുപോയി. പടച്ച റബ്ബേ,
എന്റെ മുത്തുനബിയുടെ കരളിന്റെ ഘട്ടങ്ങളായ പൊന്നുമക്കളെ മദീനത്തെത്തിച്ചു കൊടുക്കാനുള്ള ചുമതല എനിക്കാണല്ലോ, അത് നടക്കില്ലേ എന്ന് ബേജാറായി സയ്യിദ് റളിയല്ലാഹു അൻഹു നിലച്ചു നിന്നില്ല. കയ്യിലുള്ള വാളുമായി ശത്രുവിന്റെ നേരെ ചാടി പുറപ്പെട്ടു. രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നു. ശത്രുവത സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മക്കളെയുമായി സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിന്റെ കഴുത്തിന് ആഞ്ഞു വെട്ടിയായിരുട്ടി. ഒട്ടകത്തിന്റെ കഴുത്ത് മുറിഞ്ഞുപോയി. ആ സമയത്ത് ഒട്ടകക്കട്ടിൽ മറിഞ്ഞു വീണപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മോൾ രണ്ട് മക്കളുമില്ലേ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഉമ്മമാരെ കേൾക്കണം, നാളെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാനയിച്ചു കൊണ്ടുപോകേണ്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മോൾ ഒട്ടകക്കട്ടിലിൽ നിന്ന് ചന്തി കുത്തി നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാണ്. മറിഞ്ഞു വീണപാടെ ഒട്ടകം ചത്തുപോയല്ലോ, ഇനി രക്ഷയില്ല. ഈ രണ്ട് പെൺമക്കളും അതാ രാത്രിയുടെ കൂരിരുട്ടിലോടുകയാണ്. എങ്ങോട്ടെന്നില്ലാതെ ഓടുകയാണ്. ജീവനും കൊണ്ടോടുകയാണ് ഈ രണ്ട് കുഞ്ഞുമക്കളും. സയ്യിദ് റളിയല്ലാഹു അൻഹു ശത്രുവുമായി മൽപ്പിടുത്തം നടത്തി, ശത്രുവിനെ പരാജയപ്പെടുത്തി. സെയ്ദും ഇരുട്ടിൽ ഓടി. കുഞ്ഞുമക്കൾ എങ്ങോട്ടാണ് ഓടുന്നത് എന്ന് ഈ ദ്വന്ദ്വ യുദ്ധത്തിനിടക്കും സയ്യിദ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നുണ്ട്. ഇരുട്ടിലൂടെ ഓടുകയാണ്. ജീവനും കൊണ്ടോടുന്ന കുഞ്ഞുമക്കളുടെ പിന്നാലെ സെയ്ദുമോടി. പോയിട്ടവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് പറഞ്ഞു, മക്കളെ പ്രയാസപ്പെടണ്ട. എന്നിട്ടതാ രണ്ട് കുഞ്ഞുമക്കളെയുമായി റസൂലുള്ളാഹിന്റെ കരന്റെ ഘട്ടങ്ങളെയുമായി മദീനയിലേക്ക് പോവുകയാണ്. സെയ്ദിന് വലിയ ബേജാറാണ്. വഴിയിൽ ശത്രുക്കൾ ആരെങ്കിലും തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? അവസാനം അതാ മദീന മുനവ്വറയിലേക്ക് എത്തുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിൽ എത്തിയെങ്കിലും എന്നും റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഫാത്തിമ മോളും റുഖയ്യ ബീവി ഉമ്മു കുൽഥൂമുമാണ് റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ അകത്ത്. അവർ രണ്ടുപേരെയുമായി സയ്യിദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് രാജാതിരാജനായ റബ്ബിന് സ്തുതിയർപ്പിച്ചത്. അങ്ങനെ ഫാത്തിമ മോളുടെ ജീവിതം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറിച്ചു നടപ്പെടുകയാണ്. പിന്നെ ഫാത്തിമ മോൾ മദീന മുനവ്വറയിലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോളുടെ പ്രായം അപ്പോൾ 16 കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കൊല്ലമാണല്ലോ ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധം കഴിയുമ്പോഴേക്ക് ഫാത്തിമ ബീവിയുടെ വയസ്സ് 17 കഴിഞ്ഞ് 18ലേക്ക് കിടക്കുകയാണ്. പൊന്ന മോളെ വിവാഹത്തിന്റെ പ്രായമായിട്ടുണ്ട്. അതീവ സൗന്ദര്യമുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക്. മാത്രമല്ല റസൂലുള്ളാഹിന്റെ മോളുമാണല്ലോ. പല സ്വഹാബികളും വിവാഹാന്വേഷണവുമായി വരുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹാന്വേഷണവുമായി പല ആളുകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല തൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള പ്രമുഖരായ ആളുകൾ വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട്. മദീനയിൽ നല്ല സാമ്പത്തികമുള്ള സ്വഹാബികൾ വരെ വിവാഹാന്വേഷണം നടത്തി വന്നു. പക്ഷേ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ മോളെ അന്വേഷിച്ചു വന്ന എല്ലാവരോടും പറഞ്ഞു, ഫാത്തിമ മോളുടെ കാര്യത്തിൽ ആരാവണം ഭർത്താവെന്ന തീരുമാനം അല്ലാഹുവിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്റെ മകളുടെ ഭർത്താവ് ആരാകണമെന്ന് അല്ലാഹു തീരുമാനിക്കുന്നവരെ എന്റെ മകളെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തു നിന്നുള്ള വഹി കാത്തിരിക്കുകയാണ്. അപ്പോഴാ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനോട് വന്നിട്ട് പറയാണ്, നബിയേ സവ്വിജ് ഫാത്തിമ അലി, ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കൂ നബിയേ. അല്ലാഹുവിന്റെ കൽപ്പനയതാണ്. ഫാത്തിമ മോളുടെ ഭർത്താവ് അലിയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് വന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിക്കണം, ഏത് അലിയാണെന്നറിയുമോ? ഇത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പിതൃവനായിരുന്ന അബൂ ത്വാലിബിന്റെ മകൻ അലിയാണ്. അലി റളിയല്ലാഹു അൻഹു വർഷങ്ങളായി റസൂലുള്ളാഹിന്റെ വീട്ടിലാണ് വരുന്നത്. പുണ്യ നബിയുടെ കൂടെയാണ് അലി. അലി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ കൂടെ എത്തിയത്? അബൂ ത്വാലിബ്
ത്വാലിബ് വലിയ കഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു. സാമ്പത്തികമായി വളരെ പരാധീനതയുള്ള ആളായിരുന്നു അബൂ ത്വാലിബ്. ധാരാളം മക്കളുമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ പ്രിയപ്പെട്ട പിതാമഹന് ശേഷം വളർത്തിയത് മഹാനായ നബി തങ്ങളുടെ പുത്രനായ അബൂ ത്വാലിബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു വരുമ്പോ തന്നെ ഈ കട്ടപ്പാട് കാണുന്നുണ്ട്. ഒരു ദിവസം തന്റെ പിതൃവനായിരുന്ന ഹംസ റളിയല്ലാഹു ഒരു ദിവസം തന്റെ പിതൃവനായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു, പിതൃവരെ അബ്ബാസ് തങ്ങളെ, അങ്ങയുടെ സഹോദരനാണല്ലോ അബൂ ത്വാലിബ്, എന്റെ പിതൃവനാണല്ലോ അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് വലിയ കഷ്ടപ്പെട്ട ആളാണല്ലോ, ധാരാളം മക്കളുമുണ്ട്, വീട്ടിനകത്തെപ്പോഴും ദാരിദ്ര്യവുമാണ്. അതുകൊണ്ട് അബ്ബാസ് തങ്ങളെ, ഇളയുപ്പ അങ്ങന്റെ കൂടെ വരുമോ? നമുക്ക് രണ്ടുപേർക്കും അബൂ ത്വാലിബിന്റെ വീട്ടിലേക്ക് പോകാം. ഒരു മോനെ ഞാൻ ഏറ്റെടുക്കും, ഒരു മോനെ നിങ്ങൾ ഏറ്റെടുക്കുമോ? ആ കഷ്ടപ്പാടൊന്ന് തീർത്തു കൊടുക്കാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കൂടെ പോയി. റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്തു. അലി റളിയല്ലാഹു അൻഹുവിന് അന്ന് ചെറിയ പ്രായമാണ്. കൈ പിടിച്ച് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അലി റളിയല്ലാഹു അൻഹു വളരുന്നത് റസൂലുള്ളാഹിന്റെ വീട്ടിലാണ്. കഷ്ടപ്പാടാണ് അലി റളിയല്ലാഹു അൻഹുവിന്. അലിയാണ് ഫാത്തിമ ബീവിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ശങ്കിച്ചു നിന്നില്ല. അലി ദരിദ്രനല്ലേ, പാവപ്പെട്ടവനല്ലേ, എന്റെ മോളെ വളർത്താനുള്ള കഴിവ് അലിക്കില്ലല്ലോ എന്നൊന്നും ചിന്തിച്ചില്ല. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു നല്ല മതബോധമുള്ള ആളായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു. അല്ലാഹുവിന്റെ തീരുമാനം പൂർണ്ണമായി അംഗീകരിച്ചു. ഉമ്മാ, ഇവിടെയാണ് നമ്മൾ അടുത്ത പാഠം പഠിക്കേണ്ടത്. തന്റെ മകൾക്ക് ഭർത്താവായി വരുന്നവന്റെ മതബോധമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അവന്റെ സാമ്പത്തികമല്ല. സമുദായത്തിന് എവിടെയാണ് തകരാറ് പറ്റിയത്? ഇതേപോലെ ഒരു റമദാനിൽ തന്നെ തന്റെ ഭാര്യയും രണ്ട് മക്കളെയും കൂട്ടിയിട്ട് പെരുന്നാളിന് ഡ്രസ് എടുക്കാനെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ട്? കോഴിക്കോട് ടെക്സ്റ്റൈൽസിലേക്ക്. രാത്രി കടപ്പുറത്ത് പോയിരുന്നു. ഹോട്ടലിൽ നിന്ന് നോമ്പ് തുറന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. തിരിച്ചു വരുമ്പോഴല്ലേ എന്റെ രണ്ട് പിഞ്ചു മക്കളെയും ഭാര്യയും വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ടത്. എന്തിനേറെ വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ടുവെന്ന് മാത്രമല്ല, എന്റെ 1.5 വയസ്സ് പ്രായമുള്ള മാതാവിന്റെ മാറത്തിരുന്ന് അമ്മിഞ്ഞപ്പാൽ മോന്തി കുടിക്കുന്ന കുഞ്ഞുമോളുണ്ടല്ലോ, ആ കുഞ്ഞുമോൾ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഇദ്ദേഹം ഇവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്താനായി തന്റെ കാലുകൊണ്ട് വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി തന്റെ പൊന്നുമോളെ. എന്റെ വായിക്കേണ്ടി വന്നത് കേരളം അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇൻജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖാ, നല്ല മതബോധമുള്ള അല്ലാഹുവിനെ ഭയപ്പെടുന്ന സൽസ്വഭാവിയായ പുരുഷൻ നിങ്ങളുടെ മകൾക്ക് ഭർത്താവായി വന്നാൽ ഫസവ്വിജൂ, അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. വഇല്ലാ തകുൻ ഫിൽ അർളി ഫിത്നത്തുൻ വഫസാദുൻ അരീം, അല്ല എങ്കിൽ ഭൂമി ലോകത്ത് ധാരാളം നാശങ്ങൾ ഉണ്ടാകുമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ബക്കറ്റ് കളക്ഷനുമായിട്ട് ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ബക്കറ്റ് കണ്ടാൽ തന്നെ എന്തെങ്കിലും കൊടുക്കാനാ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കണം. അല്ലേ അല്ലേ ഭീമമായൊരു സംഖ്യയൊക്കെ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ പന്തലും സൗകര്യമൊക്കെ ചെയ്തത്. അതെങ്കിലും നമുക്ക് ഈ വേല കഴിയുമ്പോൾ കിട്ടണം. അത് ദാറുദായുടെ അല്ലെങ്കിൽ ഹാദിയയുടെ അക്കൗണ്ടിൽ കടമായി വരാൻ പാടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. പരമപ്രധാനമായ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വിജ്ഞാനത്തിന്റെ പ്രചരണം എന്നാണ്. ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ വളർത്തിയ ആളുകൾക്ക് അവർക്ക് തന്നെ അനുഭവിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. പറയുന്ന ആൾ അതിന് പറ്റുന്ന ആളല്ലെങ്കിലും അടുത്ത വർഷം മുതൽ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഈ വേദിയിൽ പങ്കുകൊള്ളും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക മാത്രമല്ല ചെയ്തത്,
മദീനയിലെ ധനികരായ ആളുകൾ വിവാഹം അന്വേഷിച്ചു വന്നപ്പോ അവർക്കാർക്കും വിവാഹം ചെയ്തു കൊടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ റബ്ബിന്റെ തീരുമാനമാണ്. അലി റളിയല്ലാഹു അൻഹു സാമ്പത്തികമില്ലെങ്കിലും നല്ല മതബോധമുള്ള ആളാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട ആളാ. റസൂലുള്ളാഹിന്റെ കാര്യമറിയാം. അലി റളിയല്ലാഹു അൻഹുവിനെ വിവരമറിയിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി വന്ന പാടെ തന്റെ സ്വഹാബികളിൽ പ്രമുഖരായ ചില ആളുകളെ വിളിച്ചു. ആ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇങ്ങനെയുള്ള പ്രമുഖരായ സ്വഹാബികൾ ആ കൂട്ടത്തിലുണ്ട്. അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തൊന്ന് പോകണം. അലിയാണ്, അലി റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലാഹു തന്റെ മോൾ ഫാത്തിമ ബീവിക്ക് ഭർത്താവായി തെരഞ്ഞെടുത്തത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ പെങ്ങളെ, നമുക്ക് പഠിക്കാനില്ലേ ഇവിടെ? ഒരന്യ പുരുഷനെ കണ്ടയാളെ ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ, എന്നിട്ട് വിവാഹാഭ്യർത്ഥന നടത്താൻ മുന്നോട്ട് വരുന്ന നെറികെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സംരക്ഷണത്തിനാണ് അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പോലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹന്ന വഹിയാണ്. ആ വഹി പോലും നേരിട്ടല്ല അറിയിക്കുന്നത്. എന്തേ? തന്റെ മോളെ അങ്ങ് വിവാഹം കഴിക്കണേ എന്ന് പറയാൻ, നേരിട്ട് പറയാൻ റസൂലുള്ളാഹിക്കുള്ള മടിയാണ്, ലജ്ജയാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണല്ലോ. ഈ ഒരു പറ്റം സ്വഹാബികളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അവരയച്ചു വിശുദ്ധരായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. ഈ സംഘം ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ അവർ കാണുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു ഒരു മുതലാളിയുടെ തോട്ടത്തിൽ നനക്കാനായി പോയതാണ്. ചിന്തിക്കണം, ഫാത്തിമ പോളുടെ ഭർത്താവ് ആരാ? ഒരു കൂലി വേല ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഒരു വലിയ മുതലാളിയുടെ തോട്ടത്തിൽ, ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനക്കാൻ പോയ തൊഴിലാളിയാണ്. നിങ്ങൾ ചിന്തിക്കണം, ആരുടെ ഭർത്താവാണ്? പെങ്ങളെ, എഞ്ചിനീയറല്ല. 5 വക്ത നമസ്കാരത്തിന്റെ കാര്യത്തിൽ പരിഗണിക്കാത്ത എഞ്ചിനീയറായിട്ട് നിന്റെ ജീവിതത്തിൽ എന്തു കാര്യം എന്റെ പെങ്ങളെ? നിങ്ങൾ ചിന്തിക്കണം, ഡോക്ടറല്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു ഉദ്യോഗസ്ഥനല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല. മദീന മുനവ്വറയിലെ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ഒരാൾ. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിൽ നല്ല ബോധമുണ്ട്, റബ്ബിനെ ഭയമുണ്ട്, അള്ളാഹുവിനെ പേടിക്കുന്ന ആളാണ്. ആ തോട്ടം നനച്ച് തോട്ടത്തിൽ നിന്ന് പുല്ലരിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വരാൻ. ആ വരുന്ന സമയത്താണ് സ്വഹാബികൾ ചൊല്ലുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപാട് അവർ സലാം ചൊല്ലി. അലി റളിയല്ലാഹു അൻഹു സലാം മടക്കി. തന്റെ തലയിൽ പുല്ലിന്റെ കെട്ടുണ്ട്. അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഉപജീവനം നടത്തുന്നത്. ഇവർ കണ്ടപാട് പറഞ്ഞു, അലിയാരേ, അബ്ശിറങ്ങ് സന്തോഷിക്കണം. അള്ളാഹുവിന്റെ മകൾ ഫാത്തിമ മോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മകൾ ഫാത്തിമ മോളെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇതൊക്കെ കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു നെട്ടിത്തെറിച്ചു പോയി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ മോളെ ഞാൻ വിവാഹം ചെയ്യുകയെന്നോ? ഫാത്തിമ മോൾക്ക് മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം ഇതായിരുന്നു. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു. സ്വഹാബികൾ ഈ വിവരം റസൂലുള്ളാഹിനെ അറിയിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ലജ്ജിതനായാണ് അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ ചെല്ലുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പന ഇന്നതാണ്. അലി റളിയല്ലാഹു അൻഹു തല താഴ്ത്തിയിരുന്ന ഇത് കേൾക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ മകൾ കല്യാണം കഴിക്കാൻ മാത്രമുള്ള സാമ്പത്തികം അലിക്കില്ല നബിയേ. അങ്ങയുടെ മകൾക്ക് മഹർ കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ യാ റസൂലല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലിയാരേ, അങ്ങയുടെ കയ്യിലുള്ള കുതിരയില്ലേ? കുതിരയെ അങ്ങേ വിൽക്കേണ്ട, അങ്ങയുടെ കയ്യിൽ എന്താ ഉള്ളത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കുതിരയുണ്ട്, ഒരു വാളുണ്ട്, ഒരു പരിചയുണ്ട്, ഒരങ്കിയുണ്ട്. ഇതല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുതിരയെ വിൽക്കണ്ട, കുതിര യുദ്ധത്തിന് ആവശ്യമാണ്.
വാളും വീക്കണ്ട വാളും യുദ്ധത്തിന് ആവശ്യമാണ്. അങ്ങയുടെ പടയെങ്കി വിറ്റോളൂ. പടയെങ്കി വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഫാത്തിമാക്ക് മഹർ കൊടുക്കുകയും അതേപോലെ ഫാത്തിമാക്ക് വേണ്ട വസ്ത്രവും അത്തറും നിങ്ങൾ വാങ്ങിക്കുകയും ചെയ്തോളൂ. ആരുടെ മോൾക്കാ നിങ്ങളെ ചിന്തിക്കണം? ലക്ഷങ്ങൾ അടിച്ചു പൊളിച്ച് അനർത്ഥത്തിന് വേണ്ടി മംഗലം കഴിച്ച് അനർത്ഥങ്ങൾ കാണിച്ച് ലക്ഷങ്ങൾ അടിച്ചു പൊളിക്കുന്ന ധനികരാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മകളുടെ വിവാഹമൂല്യമായി നിശ്ചയിക്കപ്പെട്ടത് 400 ദിർഹമാണ്. അലി റളിയല്ലാഹു അൻഹു ദക്ഷ വാങ്ങി, അതേപോലെ അത്തർ വാങ്ങി. കല്യാണം നടന്നു. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു കല്യാണ ദിവസം മാരനായി വീട്ടിലേക്ക് വന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ രംഗം കണ്ടുകൊണ്ട് സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്തേ? ലോക ഗുരുവിന്റെ മകൾക്ക് കല്യാണത്തിനായി അലി റളിയല്ലാഹു അൻഹു, പാവപ്പെട്ടവനായ അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഡ്രസ്സ് കണ്ടാണ് സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയത്. വിവാഹം നടന്നു. പക്ഷേ അധിക ദിവസവും അവർ താമസിക്കാറുള്ളത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെയാണ്. അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ മോളും റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെ. എന്താ കാരണം? അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സൗകര്യം കുറവാണ്, ആളുകൾ കൂടുതലാണ്, സൗകര്യം കുറവാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വീട്ടിൽ തന്നെയാണ് സാധാരണ താമസിക്കാറുള്ളത്. പക്ഷേ ഫാത്തിമ മോൾക്കൊരാഗ്രഹം. അലി റളിയല്ലാഹു അൻഹു ആണല്ലോ തന്റെ ഭർത്താവ്. ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ ആഗ്രഹമില്ലാത്ത പെണ്ണാരാണുണ്ടാവുക? സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുമ്പോ ഫാത്തിമ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് അങ്ങയുടെ വീട്ടിലേക്ക് പോകാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ മോളെ ഫാത്തിമ, നിന്ന് നമുക്ക് മാത്രമുള്ള സൗകര്യം നമ്മുടെ വീട്ടിലില്ലല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയാരെ, ഉള്ള സൗകര്യത്തിൽ നമുക്ക് അല്പ ദിവസം അങ്ങയുടെ വീട്ടിൽ താമസിക്കാം. ഫാത്തിമ മോളും അലി റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിനോട് സമ്മതം ചോദിച്ചു പോയി. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സമ്മതം കൊടുത്തു. അവരങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. അന്നത്തെ പ്രഭാതം കഴിഞ്ഞു, പ്രദോഷം കടന്നു വരികയാണ്. വൈകുന്നേരമായി, രാത്രിയായി, ഇരുട്ടി വന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു, കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫാത്തിമ മോൾക്ക് വേണ്ടി ആ വീട്ടിൽ ഏറ്റവും നല്ല സൗകര്യം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹ കിടക്കാൻ തയ്യാറാകുന്നില്ല. വീട്ടുകാർ പറഞ്ഞു, ഫാത്തിമ മോളെ കടന്നോളൂ, ഫാത്തിമ മോൾ കടന്നോളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ മോളോട് കടന്നോളൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, തന്റെ അടിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ സാധാരണ എല്ലാവരും കിടക്കാറുള്ള സ്ഥലത്ത് കിടക്കുക, നിങ്ങൾ കിടക്കേണ്ട സ്ഥലത്ത്, നിങ്ങൾ കിടക്കാറുള്ള സ്ഥലത്ത് നിങ്ങൾ കടന്നോളൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും കടന്നുറങ്ങിയതും അലി റളിയല്ലാഹു അൻഹു വീടിന്റെ ഒരു ചെരുവിലായിരുന്നു, ഒരു മൂലയിലായിരുന്നു. അവർ നിലത്ത് വിരിച്ചത് ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായയായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് ആ വീട്ടിലെ ഏറ്റവും ചെറിയ സൗകര്യത്തിൽ കടന്നത്. പെങ്ങളെ, ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ മരുമകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. അവിടെയുള്ള ഭർത്താവിന്റെ വാപ്പയെക്കാളും വലിയ സൗകര്യത്തിലാവരുത് നീ കിടക്കുന്നത്. അവിടെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കാളും വലിയ സൗകര്യമാവരുത് നിനക്ക്. ഭർത്താവിനോട് നീ പറയണം, അതാ നിന്റെ നേതാവ്, അതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട നായകി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ചു തന്നത്. ഫാത്തിമ വലിയ തന്റേടിയാണ്. ദിവസങ്ങളോളം അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തന്നെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാനായി, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണാനായി അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. റസൂലുള്ളാഹി ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ മോളെ കാണാതിരുന്നാൽ വല്ലാത്ത ടെൻഷനാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നതാണ്. ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹ ഉപ്പയെ സ്വീകരിച്ചു. ഉപ്പ മോളോട് ചോദിച്ചു, മോളെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഖൈറാ ഉപ്പ, നല്ല സുഖം തന്നെയാണ്. ആരാ പറയുന്നത്? കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത വീട്ടിനകത്ത് ഉപ്പ സുഖം തന്നെയാണെന്ന് തന്റെ ഭർത്താവിന്റെ സൗകര്യത്തിൽ
അത് ഏറ്റവും വലിയ സൗകര്യമായി സംതൃപ്തയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിതാവിനോട് മറുപടി പറയുകയാണ്, പരാതിയില്ല, കടക്കാറുള്ള സൗകര്യം കുറവാണ്, പരാതിയില്ല നബിയെ ഉപ്പാ, ഇവിടെ പട്ടിണിയാണ്, ഫാത്തിമാക്ക് പരാതിയില്ല. ഭർത്താവിന്റെ ഇഷ്ടം തന്റെ ഇഷ്ടം, ഭർത്താവിന്റെ സൗകര്യം തന്റെ സൗകര്യം, ഭർത്താവിനുള്ളതെല്ലാം തന്റതും, ഭർത്താവിന്റെ സംതൃപ്തി തന്റെ സംതൃപ്തി. ഇതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചുപോയി. ആ ഇടയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായത്. ഏതൊരു പെണ്ണിനും ഉണ്ടാകുമല്ലോ ആഗ്രഹം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പെങ്ങന്മാർ ഞാനിത് പറയുമ്പോ ഒരുപക്ഷെ കണ്ണുനീർ പൊഴുകി കരഞ്ഞു വന്നേക്കാം. എന്നാൽ പെങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വേദന നിങ്ങളുടെ നേതാവിന്റെ വേദനയായിരുന്നു. എന്താ, അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കഴിയുമ്പോഴാണ് ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതാണ്. രാത്രി രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി കടന്നതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അലിയാരേ, നമുക്ക് സ്വന്തമായൊരു വീട് വേണ്ടേ? ഏതൊരു പെണ്ണിന്റെയും മനസ്സിന്റെ ആഗ്രഹമാണത്. നമുക്ക് സ്വന്തമായൊരു വീട് പണിയണ്ടേ? അലി റളിയല്ലാഹു അൻഹു ഇത് കേട്ടപാടെ വിഷമിച്ചുപോയി. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രയാസം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് മനസ്സിലായി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, ഒരു വീട് സ്വന്തമായി നിർമ്മിക്കാനുള്ള സാമ്പത്തികം എന്റെ കയ്യിലില്ലെന്ന് നിനക്കറിയില്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അപ്പോൾ അറിയാം അലിയാരെ, പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങേക്ക് സ്വന്തമായൊരു വീട് പണിയാൻ മാത്രമുള്ള സാമ്പത്തികം അങ്ങയുടെ കയ്യിലില്ലെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ടവരെ. അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഉപ്പായുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ഉപ്പായുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന് 2 വീടുണ്ട്. ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്, ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഉത്ബത്ത് ഇബ്നു ഉസ്മാൻ എന്ന് പറയുന്ന ആ സ്വഹാബിയുടെ കയ്യിൽ 2 വീടുണ്ട്. അങ്ങൊന്ന് ചെന്നിട്ട് ഉപ്പയോട് അത് ഒഴിഞ്ഞു കിടക്കുന്ന വീടൊന്ന് വാങ്ങിത്തരാൻ പറഞ്ഞാൽ, താൽക്കാലികമായൊന്ന് താമസിക്കാൻ വാങ്ങിത്തരാൻ പറഞ്ഞാൽ, സ്വന്തമായൊരു വീട്ടിന്റെ അകത്തൊരു മേൽക്കൂരയുടെ ചുവട്ടിൽ മക്കളെയും ചാരത്ത് വെച്ച് കിടന്നുറങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് ഫാത്തിമ മോൾ പറഞ്ഞു പോയതാണ്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, ഫാത്തിമ മോൾ പറഞ്ഞു പോയപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് ഈ നിർദ്ദേശം വെച്ചത്. അങ്ങൊന്ന് പോയിട്ട് പറയുപ്പയോട്, ഉപ്പ സ്വഹാബിയോട് പറഞ്ഞാൽ എന്തായാലും ആ സ്വഹാബി അത് കേൾക്കും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, എന്റെ ലജ്ജ നിന്റെ ഉപ്പയുടെ അടുത്ത് പോയി പറയാൻ എന്നെ തടസ്സപ്പെടുത്തുന്നു ഫാത്തിമ. അതുകൊണ്ട് ഞാൻ പോകില്ല മോളെ, നീ തന്നെ ഒന്ന് പോയി ചോദിച്ചു നോക്കുമോളെ. ഫാത്തിമ മോൾ പറഞ്ഞു, അലിയാരെ, എനിക്കും ലജ്ജയാവുന്നു പിതാവിനോട് പറയാൻ, പക്ഷേ മനസ്സിന്റെ മോഹമല്ലേ. 2 പേരും കൂടെ തീരുമാനിച്ചു, 2 പേരും കൂടെ പോകാൻ. 2 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി, ഉപ്പയുടെ മുമ്പിലെത്തി. ഫാത്തിമ മോളെ കണ്ടപാട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നു. തന്റെ മകളെയും ഭർത്താവിനെയും സ്വീകരിച്ചു. ഫാത്തിമ മോളുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനമർപ്പിച്ചു. മോൾ എന്തേ പോന്നത്? എന്തൊക്കെയാണ് വിശേഷം? ഫാത്തിമ മോൾക്ക് ലജ്ജ കൊണ്ട് പറയാൻ കഴിയുന്നില്ല. ഫാത്തിമ മോൾ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനോട് കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറയൂ. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് തിരിച്ചാംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, നീ തന്നെ പറ, എനിക്ക് പറയാനും കഴിയില്ല. വാപ്പ ചോദിച്ചു, ഉപ്പ ചോദിച്ചു, മോളെ എന്താണ് വിഷയം? അപ്പോഴാ ഉപ്പയോട് പറയുന്നത്, ഉപ്പാ, എന്റെ ഭർത്താവാണല്ലോ അലി, സാമ്പത്തികമില്ലാത്ത ആളാണെന്ന് അങ്ങേക്കറിയാമല്ലോ ഉപ്പ. എനിക്ക് വലിയ ഇഷ്ടമാണ് എന്റെ ഭർത്താവിനെ. ഉപ്പാ, സ്വന്തമായൊരു വീട്ടിൽ താമസിക്കാൻ വല്ലാത്ത പൂതിയുണ്ടുപ്പ. എനിക്ക് സ്വന്തമായൊരു വീടെടുത്തു തരാൻ അലി റളിയല്ലാഹു അൻഹുവിന് കഴിയില്ല എന്ന് ഉപ്പ എനിക്കറിയാം പിതാവേ. പക്ഷേ അങ്ങയുടെ ഇന്നാലിന്ന സ്വഹാബി ഉണ്ടല്ലോ ഉപ്പ, ആ ഉപ്പ സഹാബിക്ക് 2 വീടുണ്ട് നബിയെ. അതിൽ ഒന്നിലെ അയാൾ താമസിക്കുന്നുള്ളൂ, ഒന്നൊഴിഞ്ഞു കിടക്കുകയാണ് ഉപ്പ.
അങ്ങതൊന്ന് ചോദിച്ചാൽ അയാൾ എന്തായാലും ഞങ്ങൾക്ക് വിട്ടുതരും. ഒരൽപ്പ ദിവസം സ്വന്തമായൊരു മേൽക്കൂരയുടെ ചുവട്ടിൽ കിടന്നുറങ്ങാനാണ് ഒരു പെണ്ണിന്റെ ആഗ്രഹമാണ്. ഉമ്മ, സഹോദരി, ഇല്ലേ നിങ്ങൾക്കും ആഗ്രഹം? ഫാത്തിമ മോൾ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് ഇത് പറഞ്ഞപ്പോൾ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാ, തന്റെ പ്രിയപ്പെട്ട മോളോട്, മോളെ, ഉപ്പാക്കത് ചോദിക്കാൻ ലജ്ജയാകുന്ന മോളെ, അതുകൊണ്ട് ഉപ്പാന്റെ പൊന്നുമോളത് മാത്രം എന്നോട് പറയരുത്. ഞാൻ എങ്ങനെയാ സ്വഹാബിയോട് ചോദിക്കും മോളെ? നിങ്ങൾ ആലോചിക്കണേ, സ്വർഗത്തിന്റെ നേതാവായ ഫാത്തിമ ബീവിക്ക് സ്വന്തമായി ഭൂമിയുടെ മുകളിൽ ഒരു ഭവനമില്ല. വീടില്ലാത്ത പെങ്ങളെ പരാതി പറയണ്ട. തന്റെ ഭർത്താവ് 25 കൊല്ലമായി ഗൾഫിൽ പോയിട്ട് അയാൾ എന്ത് കുന്തമാണ് നേടിയതെന്ന് പറയണ്ട. പെങ്ങളെ, നാളെ സിറാത്ത് പാലത്തിലൂടെ നിങ്ങളെ കൈപിടിച്ചു പോകേണ്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു പോന്നു. രണ്ടുപേരും ഫാത്തിമക്ക് വല്ലാത്ത ലജ്ജ, ഉപ്പാക്ക് വേദനയായോ എന്ന ബേജാറ്. എന്നാൽ സ്വന്തമായൊരു വീട്ടിൽ താമസിക്കാൻ കഴിയാത്തതിന്റെ വേദന കണ്ണുനീരായി കവളത്തുകൂടെ ഒഴുകുന്നുമുണ്ട്. രണ്ടുപേരും കൈപിടിച്ച് തിരിച്ചു പോരുകയാണ്. ലജ്ജിതരായി തിരിച്ചു പോരുന്നു. ഈ സ്വഹാബി എങ്ങനെയോ ഈ വിവരമറിഞ്ഞു. വിവരമറിഞ്ഞ പാട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മകൾക്ക് സ്വന്തമായൊരു വീട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്നറിഞ്ഞു. എന്നിട്ട് അങ്ങയുടെ അടുത്ത് വന്നിട്ട് എന്റെ അടഞ്ഞു കിടക്കുന്ന വീടൊന്ന് എന്നോട് ചോദിച്ചു വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആ മക്കളെ എന്തേ നിരാശരാക്കി പറഞ്ഞയച്ചത്? ഹബീബായി നബിയേ, എന്റെ ആ വീട് അടഞ്ഞു കിടക്കുകയാണ് യാ റസൂലല്ലാഹ്. ഹബീബായി നബി, അങ്ങേക്കത് ആവശ്യമാണെങ്കിൽ ഞാൻ നൽകില്ലേ നബിയെ? അതുകൊണ്ട് ആ വീട് ഞാൻ അങ്ങേക്ക് നൽകിയിരിക്കുന്നു നബിയെ. ഈ സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ മോളെ വിളിച്ചു. ആ വീടിന്റെ ചാവി മോളുടെ കയ്യിലേൽപ്പിച്ചു. മോക്കത് കൊടുത്തു. വീട്ടിൽ കൂടാനുള്ള ദിവസം നിശ്ചയിച്ചു. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെയും ഭർത്താവിനെയും ഇവരുടെ പേരമക്കളെയും കൂട്ടിയിട്ട് അവരുടെ മക്കളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കയറി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിനകത്തേക്ക് ഒന്നും വാങ്ങിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പണമില്ല. ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒരു കട്ടിൽ വാങ്ങിച്ചു കൊടുത്തത്. പുണ്യ നബി തന്നെയാണ് ഇതിൽ ഇരിക്കാനുള്ള വിരിപ്പും പുതപ്പും വാങ്ങിയത്. ഒരാസിന്റെ ഒരു ആസ് വാങ്ങിച്ചു കൊടുത്തു മാവ് കുഴക്കാൻ. അതേപോലെ വെള്ളം കുടിക്കാനുള്ള വെള്ളപാത്രവും ഇത് അല്ലാഹുവിന്റെ ഹബീബ് വാങ്ങിച്ചു കൊടുത്തു. അതുമാത്രമാണ് ആ വീട്ടിലുള്ളത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സന്തോഷത്തിൽ കഴിയുകയാണ്. ആലോചിക്ക് പെങ്ങളെ, വീട്ടിന്റെ ഷോക്കേസിൽ എത്ര പ്ലേറ്റും ഗ്ലാസുമാണ് നമ്മൾ കൊണ്ടുപോയി വെച്ചത്. ഉപയോഗിക്കാതെ വെള്ളം കുടിക്കാൻ ഒരു പാത്രം ആർക്ക് അലിക്കും? ഫാത്തിമക്കും റളിയല്ലാഹു അൻഹ. ഇതാണ് ആ പുണ്യനബി വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങൾ. സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുകയാണ്. ജലദോഷം മാറി വരുന്നുള്ളൂ. നോമ്പിന്റെ തുടക്കത്തിലായപ്പോഴേ യാത്ര ചെയ്തതോ മഴ കൊണ്ടതോ എന്തോന്നറിയില്ല, ജലദോഷം പിടിച്ചിട്ട് മാറി വരികയാണ്. എൻ്റെ ലാസ്റ്റ് ഘട്ട ഇനി തുടങ്ങുമെന്നറിയില്ല. അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ സുഖാക്കി തരട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ വീട്ടിന്റെ അകത്ത് നിന്ന് ആസ്വദിക്കും, മാവുണ്ടാക്കും. മാവ് കൊണ്ട് റൊട്ടിയുണ്ടാക്കി അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തേക്കും. അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും. വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങും. ആരാണ് നിങ്ങൾ ചിന്തിക്കണം? അൻതല്ലദീ മിന്നൂരികൽ ബദറുഖതസാ വശംസു മുശ്രിഖത്തുൻ ബിനൂരി ബഹാകാ. ലോകത്തിന്റെ തന്നെ വെളിച്ചമാരാണോ? ആ ഹബീബിന്റെ പ്രിയപ്പെട്ട മകളുടെ വീട്ടിന്റെ വിശേഷം പറയുകയാണ്. 4 or 5 വേലക്കാരിയില്ല, ഒരു വേലക്കാരി പോലുമില്ല. 2 മക്കളുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ.
ഒരാൾ ഹസനാണ്, ഹിജ്റ 3-ാമത്തെ കൊല്ലമാ ജനിച്ചത്. തൊട്ടടുത്ത കൊല്ലം ഹിജ്റ 4-ലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. രണ്ടുപേർക്കും പ്രായം 1 വയസ്സിന്റെ വ്യത്യാസമാണ്. ഈ 2 കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണം. അതേപോലെ വീട്ടിനകത്ത് ഉള്ള എല്ലാ ജോലിയും ചെയ്യണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഇടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ട് മാവ് കുഴച്ച് റൊട്ടിയുണ്ടാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കും. വീട് പുലർത്തുന്നതും മക്കളെ പോറ്റുന്നതും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ്. ദീർഘമായി ജോലി ചെയ്തത് കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിന് വ്രണം വന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അതിൽ നിന്ന് നീരൊലിക്കുന്നുണ്ട്, രക്തവും വരുന്നുണ്ട്, ജോലി ചെയ്യാനും കഴിയുന്നില്ല. രാത്രി കിടന്നുറങ്ങാനായി അറയിലേക്ക് വന്നപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ഇത് കാണുന്നത്. ഇതെന്താണ് ഫാത്തിമ? അപ്പൊ പറഞ്ഞു, ജോലി ഭാരം കൊണ്ട് കൈ പൊട്ടിപ്പോയതാണ്. അപ്പോഴാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫാത്തിമ മോളെ, നിന്റെ ഉപ്പാക്ക് കഴിഞ്ഞ യുദ്ധത്തിൽ ഒരുപാട് അടിമകളെ കിട്ടിയിട്ടുണ്ട്. മോളെ, നീ ഒന്ന് പോയിട്ട് ഉപ്പയോട് ഒരടിമയെ തരാൻ പറഞ്ഞാൽ ഉപ്പ എന്തായാലും തരാതിരിക്കില്ല. മോളൊന്ന് പോയി നോക്ക്. ഫാത്തിമ പറഞ്ഞു, അലിയാരെ, ഇതിന് മുമ്പ് നമ്മൾ പോയിട്ട് പറഞ്ഞത് ഉപ്പ പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ, എനിക്ക് ലജ്ജയാണ് ഉപ്പയോട് പറയാൻ. അപ്പ പറഞ്ഞു, ഫാത്തിമ മോളെ, ലജ്ജിക്കേണ്ട കാര്യമില്ല, ഇത് ഉപ്പായുടെ തന്നെ കയ്യിലുള്ളതല്ലേ, ഉപ്പാക്ക് തരുന്നതിന് വിരോധമില്ലല്ലോ. ലജ്ജ അടക്കി പിടിച്ച് ഫാത്തിമ മോൾ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ തന്റെ 2 കൈകളും കാണിച്ചു. വ്രണമായി പഴുത്തൊലിക്കുകയാണ്. കണ്ടാൽ ഏത് പിതാവിന്റെ മനസ്സാണ് വേദനിക്കാതിരിക്കുക? പക്ഷേ റസൂലുള്ളാഹിന്റെ മനസ്സിലും ഒരു പ്രയാസമുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ ജോലി ഭാരം കൊണ്ടുവന്ന ഈ പ്രയാസമല്ല അല്ലാഹുവിന്റെ ഹബീബ്. തന്റെ ഹബീബിനുള്ളത് തന്റെ ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസമല്ലോ എന്ന് ചിന്തിച്ചല്ല, മോളുടെ കയ്യിലെ മുറിവ് കണ്ടതിലുള്ള പ്രയാസമാണ്. മോളോട് പറഞ്ഞു, മോളെ, മോളെന്തേ ചോദിച്ചു, മോളെന്തേ പോന്നത്? അപ്പൊ പറഞ്ഞു, ഉപ്പാ, കൈ കണ്ടില്ല ഉപ്പ, ജോലി ചെയ്യാൻ കഴിയുന്നില്ല, നീരൊലിക്കുകയാണ്, രക്തമൊലിക്കുന്നു. പിതാവേ, ആസ്വദിക്കണം, മാവ് കൊടുക്കണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ 2 പേരെയും പോറ്റി വളർത്തണം. ഉപ്പാ, വല്ലാത്ത പ്രയാസമാണ്, ദിവസങ്ങളായി പട്ടിണിയിൽ കൈകൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവേ, ഇന്നലെ അലിയാരനോട് പറഞ്ഞു, അങ്ങേക്ക് ഈ കഴിഞ്ഞ യുദ്ധത്തിൽ ഒരുപാട് അടിമകളെ കിട്ടിയിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് ഒരു അടിമയെ താൽക്കാലികമായൊരു സഹായത്തിന് എനിക്ക് വിട്ടുതരുമോ എന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. ആ സമയത്തല്ലേ പ്രിയപ്പെട്ട പിതാവ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയാണ്, മോളെ, അതുമാത്രം ചോദിക്കരുത് മോളെ. ആ അടിമകൾ മുഴുവൻ സുഫത്തിന്റെ അഹ്ലുകാർക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാണ് മോളെ. മോളെ, അതിൽ നിന്നൊന്നുപോലും നിനക്ക് തരാൻ നിന്റെ പിതാവിന് സമ്മതമില്ല മോളെ. നിങ്ങൾ ആലോചിക്കണം, ലോകത്തെ ഏറ്റവും നീതിമാനായ ആരുടെ സംസാരമാണത്? ഫാത്തിമ മോളതാ തിരിച്ചു വരുന്നു. മോളോട് പറഞ്ഞു, മോളെ, നീ തിരിച്ചു പോകൂ, ഞാൻ രാത്രി അങ്ങോട്ട് വരുന്നുണ്ട്. രാത്രി ഫാത്തിമ മോളും അലി റളിയല്ലാഹു അൻഹുവും ഉറങ്ങാൻ കിടന്നിരിക്കുകയാണ്. അപ്പോഴാണ് വീടിന്റെ കതകിനാരോ മുട്ടുന്നു. കതക് തുറക്കപ്പെട്ടു. പുണ്യനബിയാണ്, പിതാവാണ്. അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഫാത്തിമ മോളെ, നീ എന്നോടൊരു അടിമയെ ചോദിച്ചു വന്നില്ല മോളെ. നിനക്കൊരടിമയെ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ഉറങ്ങുന്നതിന് മുമ്പായി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ ചൊല്ലി കിടന്നുറങ്ങലാണ് മോളെ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു പോവുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ദീനി ചിട്ടയിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന പാണായിരുന്നു. വീട്ടിലെ ഈ ജോലി തിരക്കുകൾക്കിടയിലും ഒരു നിസ്കാരം പോലും ഫാത്തിമ മോൾക്ക് നഷ്ടപ്പെട്ടു പോകാറില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ജീവിതം പ്രയാസമായി ഫാത്തിമ മോൾക്ക് തോന്നിയില്ല. ആ പ്രയാസങ്ങൾക്കിടയിലും സ്വർഗീയമായ അനുഭൂതിയായിരുന്നു ആ ജീവിതം ഉണ്ടായിരുന്നത്. എന്തിനേ, ഒരു ദിവസത്തെ അവസ്ഥ അറിയുമോ നിങ്ങൾക്ക്? വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അന്ന് ജോലി ചെയ്യാൻ പോയതാണ്. അതിന് മുമ്പ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ
രണ്ടുപേർക്കും ഒരു ദിവസം പനി വന്നു, ശക്തമായ പനി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തീരുമാനിച്ചു, നിയ്യത്ത് ചെയ്തു 3 നോമ്പ് നോൽക്കാൻ, മക്കളുടെ പനി പാറാൻ വേണ്ടി 3 നോമ്പ് നോൽക്കാൻ. ഉമ്മമാരെ, പണ്ടത്തെ ഉമ്മമാർക്കൊക്കെ ആ സ്വഭാവം ഉണ്ടായിരുന്നില്ലേ? ഇന്ന് രോഗം വന്നാൽ ഡോക്ടറെ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലാഹുവിൽ തവക്കുലില്ലാതെ പോയിരിക്കുകയാണ്. ഫാത്തിമ മോൾ 3 നോമ്പ് നോൽക്കാൻ നേർച്ച ചെയ്തു. അങ്ങനെ 3 നോമ്പ് നോറ്റിരിക്കുകയാണ്. ഹസനും ഹുസൈനും നോറ്റിട്ടുണ്ട്. ഫാത്തിമയും അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരും നോറ്റിട്ടുണ്ട് ആ നോമ്പ്. കുട്ടികൾ അന്ന് മുതൽ 2 ദിവസം മുമ്പേ പട്ടിണിയിലാണ്. ഫാത്തിമ ബീവി അന്ന് ഭർത്താവിനോട് പറഞ്ഞു, അലിയാരെ, നമ്മുടെ കാര്യം സാരമില്ല, കുഞ്ഞുമക്കൾ നോമ്പ് നോറ്റിരിക്കുകയാണല്ലോ, അവർക്ക് നോമ്പ് തുറക്കാൻ വല്ലതും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വിഷമമാവും, അതുകൊണ്ട് അങ്ങ് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കും. അലി റളിയല്ലാഹു അൻഹു ജോലിക്ക് പോയതാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കിട്ടിയ തുണ്ട് കാശിന് ഒരു കഷ്ടം റൊട്ടി വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അസ്തമയത്തോട് സമയം അടുക്കുകയാണ്. നോമ്പ് തുറക്കാനുള്ള സമയമായി. സമയം അടുക്കുന്നു. മദീന പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കാത്തോർത്തിരിക്കുകയാണ്. ഈ റൊട്ടിയുടെ മുമ്പിൽ ഈ കുടുംബം ഇരിക്കുമ്പോഴാണ് പുറത്ത് വന്ന് വെളിയിൽ വന്ന് ആരോ വാതിലിന് മുട്ടുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആരോ വാതിലിന് മുട്ടുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു വാതിലിന്റെ കതക് തുറന്നു, വീടിന്റെ കതക് വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് വിശന്നൊട്ടി ഒരാൾ വന്നിട്ട് ഈ റൊട്ടിക്ക് യാചിക്കുകയാണ്, വല്ലതും കഴിക്കാൻ തരണേ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് തന്നില്ല എങ്കിൽ ഞാൻ പിടഞ്ഞു മരിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അലിയാരേ, ആ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി, ഈ റൊട്ടി നിങ്ങൾ അവർക്ക് എടുത്തു കൊടുത്തേ, പച്ചവെള്ളം കുടിച്ച് നമുക്ക് നോമ്പ് തുറക്കാം. അങ്ങനെ ആ റൊട്ടിക്കട്ടമെടുത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. ആ പാവപ്പെട്ടവന് കൊടുത്തു. അന്ന് ഈ 4 പേരും പച്ചവെള്ളം കുടിച്ചു നോമ്പ് തുറന്നു, പട്ടിണി കിടന്നു വന്നു. 2-ാമത്തെ ദിവസം 2-ാമത്തെ നോമ്പ് നോറ്റിരിക്കുകയാണ്. ഇതേപോലെ അലി റളിയല്ലാഹു അൻഹു വന്നു അധ്വാനിക്കാൻ പോയി. അന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോ കിട്ടിയ കാശ് കൊണ്ടൽപ്പം ഈത്തപ്പഴം വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. തലേ ദിവസം പോലെ നോമ്പ് തുറക്കാൻ ഇരിക്കുമ്പോഴാണ് കതകിന്നാരോ മുട്ടുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ശ്രദ്ധയിൽപ്പെടുത്തി. കതക് തുറക്കപ്പെട്ടപ്പോൾ കാണുന്നത് യതീമായൊരു കുഞ്ഞുകുട്ടിയാണ്. വാപ്പയില്ലാത്തവന് വീട്ടിൽ പട്ടിണി കൊണ്ട് വീടിന്റെ കതക് വീടിന്റെ വാതിലുകളിൽ നിന്ന് വാതിലുകളിലേക്ക് ഇങ്ങനെ മാറി മാറി പോവുകയാണ് ഈ കുഞ്ഞുമോൻ. ഫാത്തിമ മോളുടെ വീട്ടിലെത്തിയതാണ്. വീടിന്റെ കതകിന്റെ കൊട്ടിയപ്പോഴാണ് വീട് തുറക്കപ്പെട്ടത്. ഇവർക്ക് മാത്രം നോമ്പ് തുറക്കാനുള്ള ഏതാനും ഈത്തപ്പഴമല്ലാതെ ഫാത്തിമ മോളുടെ വീട്ടിലൊന്നുമില്ല. ഈ വന്ന യതീമായ കുഞ്ഞുമോൻ പറഞ്ഞു, എന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, എനിക്ക് വല്ലതും തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഫാത്തിമ മോൾ നോമ്പ് തുറക്കാനായി എടുത്തു വെച്ച ഈത്തപ്പഴം എടുത്തു കൊടുത്തത്. ആ യതീമായ കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തു. അന്നും അവർ പട്ടിണി കിടന്നു. 3-ാം ദിവസം ഇതേപോലെ നോമ്പ് നോറ്റിരിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളും മക്കളും ഒക്കെ നോമ്പ് നോറ്റിരിക്കുന്നു. അന്ന് അലി റളിയല്ലാഹു അൻഹു അധ്വാനിച്ച് കിട്ടിയ പണം കൊണ്ട് ഒരൽപ്പം മുന്തിരി വാങ്ങിയാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിൽ നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് ബന്ധനസ്ഥനായ ഒരാൾ കയറി വന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇയാളും തലേ ദിവസത്തെ പോലെ യാചിക്കാൻ വേണ്ടി വന്നതാണ്. ഉമ്മാ, പട്ടിണിക്കുമേൽ പട്ടിണിയായപ്പോൾ അല്ലാഹു കൊടുത്ത പരീക്ഷണം ചിന്തിച്ചു നോക്കണേ നിങ്ങൾ. 3-ാം ദിവസവും നോമ്പ് തുറക്കാനിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 3 ദിവസവും ഒന്നും കഴിച്ചിട്ടില്ല. ഉമ്മാ, ഫാത്തിമ മോളുടെ വീടിന്റെ അവസ്ഥ ശ്രദ്ധിക്കണേ നിങ്ങൾ. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാതിയുണ്ടോ? പരാതിയില്ല. ആ കുടുംബ ജീവിതത്തിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയിട്ടില്ല. എന്താ കാരണം?
ഇന്നാ ശദ്ദന്നാസി അദാ ഇന്നാ ശദ്ദന്നാസി ബലാൻ അൽഅംബിയാഉ. നാളെ സ്വർഗീയമായ ലോകത്ത് അനുഭൂതികൾ ലഭിക്കുന്നവർക്ക് ഭൂമി കട്ടപ്പാടിന്റെ ലോകമാകുമെന്ന് പിതാവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ മോൾക്ക് വിഷമമില്ല. മൂന്നാമത്തെ ദിവസം ഈ ബന്ധനത്താനായ ആൾ വന്ന് പറഞ്ഞപ്പോൾ അന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി എടുത്തു വെച്ച മുന്തിരിക്കൊല എടുത്ത വന്ന ബന്ധനത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. 3 ദിവസവും വീട്ടിനകത്ത് പട്ടിണിയാണ്. സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളുടെ വീടിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വന്നത്. ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളാണ്, ത്യാഗങ്ങളാണ്. നിങ്ങൾ ആലോചിക്കണേ, ചെറിയ പ്രായമായപ്പോഴാണ് ഉമ്മ മരിക്കുന്നതെന്നെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നത്. അവസാനിച്ചില്ല. റുഖിയ ബീവി തന്റെ ജേഷ്ഠത്തിയാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് ബദർ യുദ്ധത്തിനായി ഉപ്പ പോയപ്പോഴാ റുഖിയ ബീവി മരണപ്പെട്ടത്. ഫാത്തിമ മോൾക്ക് സഹിക്കാനും കഴിയാത്തതാണത്. ഉപ്പ വീട്ടിലേക്ക് വരുമ്പോ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയെ ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചിട്ട് മൂടുകല്ലെടുത്ത് വെച്ച് മണ്ണ് വാരിയിടുന്ന സമയത്ത് ആ ഉപ്പ കയറി വന്നത്. റുഖിയ മോരുടെ മുഖം പോലും കാണാൻ പിതാവിന് കഴിഞ്ഞിട്ടില്ല. ഹിജ്റ 8ാമത്തെ വർഷമാണ്. തന്റെ പ്രിയപ്പെട്ട മറ്റു ജേഷ്ഠത്തിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ഹിജ്റ 9ാം വർഷമാണ്. തന്റെ മൂത്ത ഇത്താത്തയായി സൈനബ് റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. തന്റെ മാതാവും 3 ജേഷ്ഠത്തിമാരും തന്റെ ആങ്ങളമാരും കൺമുമ്പിൽ വെച്ച് മരിച്ച ആളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആലോചിക്കണം, എത്ര വേദനയാണ് ആ ഹൃദയം താങ്ങിയത്. എന്നാൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്നതിന് സാക്ഷിയാവാൻ റസൂലുള്ളാഹിന്റെ മക്കളിൽ ഈ മോൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പുണ്യ നബിയത വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ തന്റെ അടുത്ത് ചാരത്ത് വിളിച്ചിരുത്തിയത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അടുത്ത് വിളിച്ചിരുത്തി വലത്തെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഫാത്തിമ മോൾ ചിരിക്കുകയാൻ. ഇടത്തെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു. ഫാത്തിമ മോൾ കരയുകയാൻ. വലത്തെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു. ഫാത്തിമ മോൾ ചിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ഇളയമ്മയായ ആയിഷ ബീവി ചോദിച്ചു, ഫാത്തിമ, ഉപ്പ എന്താണ് നിന്നോട് പറഞ്ഞത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ രഹസ്യം അപ്പോൾ പറയാൻ സന്നദ്ധയായില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയോട് പറഞ്ഞു, ഉപ്പ പറഞ്ഞ രഹസ്യം ഞാൻ ഒരിക്കലും വെളിച്ചത്ത് പറയില്ല. പിന്നെ അത് പറഞ്ഞു കൊടുത്തത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ്. ഇളയമ്മയായ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഉമ്മ, അന്ന് ഉപ്പ എന്നോട് വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് എന്റെ ഇടത്തെ ചെവിയിൽ എന്നോട് രഹസ്യം പറഞ്ഞത്, മോളെ കല്ലം തുറബി മോളെ, എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം 2 തവണ വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കാൻ വേണ്ടി 1 തവണ എന്റെ അടുത്ത് വരാറുണ്ട്. എല്ലാ കൊല്ലവും 1 തവണ വരാറുണ്ട് മോളെ. ഈ തവണ എന്റെ അടുത്ത് 2 തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. എന്റെ മരണം അടുത്തിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മോളെ. അത് പറഞ്ഞപ്പോഴാണ് ആയിഷ ഉമ്മ ഞാൻ കരഞ്ഞത്. എന്നാൽ രണ്ടാമതെന്റെ വലത്തെ ചെവിയിൽ പറഞ്ഞത്, മോളെ കല്ലം തുറബി എന്നും എന്റെ കുടുംബത്തിൽ നിന്ന് എന്നോട് ആദ്യം ചേരുന്ന ആളാരാണെന്ന് ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു. എന്റെ റബ്ബ് അപ്പോൾ പറഞ്ഞത്, അൻതിയ ഫാത്തിമ, ഫാത്തിമ നീയാണെന്നാണ് പറഞ്ഞത്. അപ്പോഴാ ഞാൻ ചിരിച്ചത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രംഗത്തിന് സാക്ഷിയായ ആളാ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. ആ സമയത്ത് ഫാത്തിമ മോറുണ്ട് ഇവിടെ. ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. മാത്രമല്ല പൊട്ടി കരഞ്ഞുപോയി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അതിനുശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പിന്നെ ഫാത്തിമ മോൾ തന്റെ പിതാവിന്റെ മരണശേഷം പിന്നെ ഒരു സമാധാനവും ലഭിച്ചിട്ടില്ല. ഉപ്പ മരണപ്പെട്ടപ്പോൾ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഉമ്മായുടെ സ്നേഹം കൂടെ തന്ന ആളാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ്. പിന്നെ ഫാത്തിമ
ബീവി റളിയല്ലാഹു അൻഹ ഓരോ ദിവസവും തള്ളി നീക്കിയത് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഏറെ ദുഃഖത്തിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ അകത്താണല്ലോ പുണ്യനബി തങ്ങളെ ഖബറടക്കിയത്. ഫാത്തിമ മോൾ എന്നും ഖബറിന്റെ ചാരത്ത് പോകുമത്രേ. ആളുകൾ ആരുമില്ലാത്ത ദിവസം നോക്കി സമയം നോക്കി പോകും. ഉപ്പാക്ക് സലാം ചൊല്ലിയിട്ട് പൊട്ടി പൊട്ടി കരയുമത്രേ ഫാത്തിമ മോൾ. അങ്ങനെ അതാ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. 6 മാസം കഴിയുന്നു. ഇതേപോലെ ഒരു റമദാനിലാണ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു വരുന്നതായി കാത്തു നിൽക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അന്ന് രാത്രി ഫാത്തിമ മോൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് കുളിച്ചു വൃത്തിയായി നല്ല ഡ്രസ്സെല്ലാം അണിഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇപ്പോൾ വരുമെന്ന് കരുതി കാത്തിരിക്കുകയാണ് ഫാത്തിമ മോൾ. അലി റളിയല്ലാഹു അൻഹു അതാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്നു. കയറി വന്നപാട് സലാം ചൊല്ലി. ഫാത്തിമ മോൾ സലാം മടക്കി. സാധാരണ പോലെയല്ല. ഫാത്തിമ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഫാത്തിമ നല്ല കുളിച്ചൊരുങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും പോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഫാത്തിമ മോൾ സാധാരണ അന്ന് ചെയ്ത പോലെ സാധാരണ ചെയ്യാറില്ല. അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല എന്താണ് കാരണമെന്ന്. ഭക്ഷണമെല്ലാം കഴിഞ്ഞു. പാത്രമെല്ലാം കഴുകി വെച്ചു. രണ്ടുപേരും അറയിലേക്ക് കടന്നു. അലി റളിയല്ലാഹു അൻഹു അറയിൽ കടന്നു. ഫാത്തിമ മോളും അറയിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇത് പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെ കൂടെയുള്ള അവസാന രാവാണെന്ന് ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല. രണ്ടുപേരും അറയിലേക്ക് കടന്നു. ലൈറ്റ് അണച്ചു കളഞ്ഞു. വിളക്കണച്ചു കളഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതാ തേങ്ങി കരയുന്നു. രാത്രിയുടെ ഇരുട്ടിലാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് പറയാൻ കഴിയുന്നില്ല. കരച്ചിൽ അടക്കി പിടിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പിന്നെയും തേങ്ങിപ്പോവുകയാണ്. എന്താണ് ഫാത്തിമ നിന്റെ പ്രയാസം? അപ്പോഴാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നത്, അലി റളിയല്ലാഹു അൻഹുവിനോട്, അലിയാരേ, ഉപ്പ എന്നെ നിങ്ങൾക്ക് കല്യാണം ചെയ്ത് തന്നിട്ട് വർഷങ്ങളായില്ലേ? ഒരുപാട് വർഷങ്ങളായില്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. അലിയാരേ, ഈ കാലയളവിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് പുറത്തു തരണേ, പൊരുത്തപ്പെട്ടു തരണേ. ഇത് പറഞ്ഞാണ് ഫാത്തിമ ബീവി കരയുന്നത്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ ഫാത്തിമ, അതിനെന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? ഞാനെല്ലാം നിനക്ക് മാപ്പാക്കിയിട്ടുണ്ട് ഫാത്തിമ. അപ്പൊ പറഞ്ഞു, അലിയാരേ, എന്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭർത്താവിന്റെ പൊരുത്തം കരഗതമാക്കാതെ ഒരു പെണ്ണിനും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പൊരുത്തപ്പെടിപ്പിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ മോളെ, എല്ലാം ഞാൻ മാപ്പാക്കിയിട്ടുണ്ട്. അല്പനേരം കരച്ചില്ലടക്കി പിടിച്ചു. വീണ്ടും അതാ തേങ്ങുന്നു. മോളെ, എന്തിനാണ് കരയുന്നത്? എല്ലാം ഞാൻ മാപ്പാക്കിയിട്ടില്ലേ? അപ്പോഴാ ഫാത്തിമ ബീവി പറഞ്ഞത്, അലിയാരേ, ഒരു കാര്യം എടുത്തു പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കാതിരുന്നാൽ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കുടുങ്ങുമോ എന്ന് ഭയപ്പെടുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണത്? അലിയാരേ, അങ്ങേക്കൊരു താല്പര്യമുണ്ടായിരുന്നില്ലേ അബൂജഹലിന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന്? അബൂജഹലിന്റെ മുസ്ലിമായ മകളെ വിവാഹം കഴിക്കണമെന്ന് അങ്ങേക്കൊരു താല്പര്യമുണ്ടായിരുന്നല്ലോ. വിവാഹാന്വേഷണവും നടന്നതല്ലേ? ആ വിവരം ഞാൻ അറിഞ്ഞപ്പോഴാണല്ലോ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. ഉമ്മ ഇല്ലല്ലോ എന്റെ വേദന പറയാൻ. ഉപ്പ ആയിഷ ബീവിയുടെ വീട്ടിലുണ്ടപ്പോ, ആയിഷ ഉമ്മയുടെ വീട്ടിലപ്പോ ഉപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ഞാൻ അറിയാതെ കരഞ്ഞുപോയി ഉപ്പയുടെ മുമ്പിൽ വെച്ച്. ഞാൻ കരയുന്നത് കണ്ടപ്പോ ഉപ്പയും കരഞ്ഞു. ഉപ്പ എന്നോട് ചോദിച്ചു, മോൾ എന്തിനാ കരയുന്നത്? ഞാൻ ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ, അലിയാര് മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ് ഉപ്പ. എനിക്ക് അലിയാര് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഉപ്പ എന്ന് പറഞ്ഞു. ഞാൻ തേങ്ങി കരഞ്ഞപ്പോ എന്റെ ഉപ്പയും കരഞ്ഞുപോയി. ഉപ്പ എന്നിട്ട് കരഞ്ഞു. എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, സാരമില്ല,
അന്നാളല്ലോ നിസ്കരിക്കാനായത് കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്നു. മദീന പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് മിമ്പറയിൽ കയറി നിന്നു. അന്നാളല്ലോ ഉപ്പ ഇങ്ങനെ പ്രസംഗിച്ചത്, അള്ളാഹുവിന്റെ റസൂലിന്റെ മകളും അള്ളാഹുവിന്റെ കൊടിയ ശത്രുവായ അബൂജഹലിന്റെ മകളും ഒരാളുടെ കീഴിൽ ഒന്നിച്ചു വേണ്ട, റസൂലുള്ളാഹിന്റെ മോൾ ഒഴിവാക്കി തന്നെ എന്ന് മിമ്പറയിൽ വെച്ച് അതിശക്തമായി പറഞ്ഞപ്പോഴല്ലേ മദീന പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് അങ്ങ് നേരെ ഓടി വന്നത്. ഓടി വന്നിട്ട് എന്റെ വീട്ടിന്റെ അകത്ത് കയറിയിട്ട് എന്നോട് പൊരുത്തപ്പെടിപ്പിച്ചത്, അലിയാരേ, സത്യത്തിൽ 4 വിവാഹം കഴിക്കാൻ അല്ലാഹു അനുവാദം തന്നതല്ലേ, പക്ഷേ ഞാനെങ്ങനെ പറഞ്ഞു പോയത് എന്റെ സ്വന്തമായ അന്ന് എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. അലിയാരെ മാപ്പാക്കണേ എന്ന് പറഞ്ഞു കരയുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ എല്ലാം മാപ്പാണ് മോളെ, കരയല്ലേ. അപ്പോഴാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അലിയാരെ, ഒരു പെണ്ണും തന്റെ ഭർത്താവിനോട് പറയാത്ത കാര്യമാണ് പെങ്ങളെ. അലിയാരെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ദുഃഖത്തിൽ വേറെ വിവാഹം കഴിക്കാതിരിക്കാൻ പാടില്ല. നിങ്ങൾ എന്നെക്കാളും സുന്ദരിയായ പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കണം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ എന്താണ് ഈ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത്? ഫാത്തിമ എന്നെ വിഷമിപ്പിക്കല്ലേ ഫാത്തിമ. അപ്പൊ പറഞ്ഞു, ഞാനങ്ങനെ വിഷമിപ്പിക്കുകയില്ല, ഞാൻ മരിച്ചാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരെയും ചാരത്തായി കിടന്നുറങ്ങുന്നുണ്ട്. ആ 2 മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊന്നുമാതാവ് ഫാത്തിമ ബീവി പറഞ്ഞു, ഇതെന്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട 2 പൊന്നുമക്കളാണ്. ഉപ്പ മദീന പള്ളിയിൽ നിസ്കരിക്കുമ്പോ സുജൂദിലേക്ക് പോകുമ്പോ ഈ 2 കുഞ്ഞുമക്കൾ ഉപ്പായുടെ കഴുത്തിൽ കയറി നിൽക്കും പെരടിയിൽ. എന്നാൽ പോലും ഉപ്പ ഒന്നും പറയാറില്ല. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടപ്പെട്ട 2 മക്കളാ. അലിയാരെ, ഞാൻ മരിച്ചാൽ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ സംരക്ഷിക്കണം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അലിയാരെ? ഉപ്പ എന്നോട് വഫാത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേരുന്നത് മോളെ നീ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെക്കാളും മുമ്പ് ഞാനായിരിക്കും മരിക്കുക. ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുന്നു. അപ്പോഴാ അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ മോൾ വസിയ്യത്ത് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, മാതാവ് മരിക്കാൻ പോകുമ്പോ പിതാവിനോട് വസിയ്യത്ത് ചെയ്ത പോലെ ഫാത്തിമ മോൾ തന്റെ ഭർത്താവിനോട് വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ മരിച്ചാൽ നിങ്ങളാവണം എന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, നിങ്ങളാവണം എന്നെ കവം ചെയ്യേണ്ടത്, നിങ്ങളാവണം എന്നെ മയ്യത്ത് കട്ടിലേക്ക് കയറ്റി വെക്കേണ്ടത്, നിങ്ങളാവണം എന്നെ ചുമന്നു കൊണ്ടുപോകേണ്ടത്. അലിയാരേ, മയ്യത്ത് കട്ടിലിനോട് ചേർന്നാവണം നിങ്ങൾ നടക്കേണ്ടത്. എന്റെ മയ്യത്ത് പള്ളിയിലെത്തിയാൽ എനിക്ക് വേണ്ടി നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കേണ്ടത് അങ്ങാവണം അലിയാരേ. അലിയാരേ, അങ്ങനെ എന്റെ മയ്യത്തെടുത്ത് ജന്നത്തുൽ ബഖയിലെത്തിയിട്ട് ഖബറടക്കം ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അങ്ങന്റെ ഖബറിലൊന്നിറങ്ങണം അലിയാരേ. അങ്ങയുടെ പാദസ്പർശനമേറ്റ മണ്ണിലാകണം ഖിയാമത്ത് നാൾ വരെ ഞാൻ കിടക്കേണ്ടത് അലിയാരേ. അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസിയ്യത്ത് ചെയ്യുകയാണ്. അലി റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്, ഫാത്തിമ മോളും കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പെങ്ങളെ ശ്രദ്ധിക്കണേ, സ്വർഗത്തിലേക്ക് ഈ മഹദിയുടെ കൂടെ കടന്നു പോകാൻ താല്പര്യമുണ്ടോ? ഒരു പെണ്ണിനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? വഫാത്തിന്റെ തൊട്ട് മുമ്പാണ് ഫാത്തിമ ബീവി പറയുന്നത്, അലിയാരേ, ഞാനങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ ഖബറടക്കം ചെയ്യേണ്ടത് രാത്രിയിലാണ്, പകലെന്റെ മയ്യത്ത് നിങ്ങൾ ഖബറടക്കം ചെയ്യാൻ കൊണ്ടുപോകരുത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ ഫാത്തിമ, അതെന്താ നിന്റെ മയ്യത്ത് പകലാണ് ഖബറടക്കം ചെയ്യപ്പെടേണ്ടതെന്നല്ലേ നീ ആഗ്രഹിക്കേണ്ടത്? സാധാരണ ആളുകൾ പറയാറുള്ളത് മയ്യത്ത് പകലിൽ ഖബറടക്കം ചെയ്യണമെന്നല്ലേ, നീ എന്റെ രാത്രിയെ ഖബറടക്കം ചെയ്യാവൂ എന്ന് പറയുന്നത്? അപ്പൊ പറഞ്ഞു, അലിയാരേ, ഇവിടെയാണ് എന്റെ പെങ്ങളെ നമ്മൾ കേൾക്കേണ്ടത്.
ഡിഗ്രിക്ക് പഠിക്കാൻ, പ്ലസ് ടുവിന് പഠിക്കാൻ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോ അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്ന സമുദായത്തിന്റെ മക്കൾ ഓടിപ്പോകുന്നതിന്റെ വാർത്ത കേട്ട് നെഞ്ചുരുകി കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ കൈ പിടിച്ചു പോകേണ്ട നേതാവ് ഫാത്തിമ ബീവി അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞതെന്താ? അലിയാരേ, ഇന്ന് വരെ ഒരു അന്യ പുരുഷനും എന്റെ ശരീരം കാണാൻ ഇടയായിട്ടില്ല. ഇന്ന് വരെ ഒരു അന്യ പുരുഷനും എന്റെ ശരീരം കണ്ടിട്ടില്ല. അലിയാരെ, ഞാൻ മരിച്ചാൽ പോലും എന്റെ ശരീരം ഒരാൾക്ക് കാണിച്ചു കൊടുക്കരുത്. ഞാൻ മരിച്ച് നിങ്ങൾ എന്നെ പകലാണ് കബറടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ ശരീരം അന്യ പുരുഷന്മാരെ കാണാൻ ഇടവരില്ലേ? എന്നാൽ എന്റെ ശരീരം രാത്രിയുടെ ഇരുട്ടിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരാളും കാണാൻ ഇടവരില്ല. എന്റെ ശരീരത്തിന്റെ രൂപം പോലും ഒരാൾ കാണാൻ ഇടവരരുത് എന്ന് ഫാത്തിമ അത് പറഞ്ഞു. മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് ദുആക്ക് നേതൃത്വം നൽകുവാനായി കടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉസ്താദ് അവർകൾക്ക് അല്ലാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് സ്തുത്യർഹമായ നേതൃത്വം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനവർകൾ വേദിയിലേക്ക് വരുന്നു. നമ്മുടെ സദസ്സ് ദുആക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഇരുന്നോളൂ. നമ്മുടെ സദസ്സ് ദുആക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അന്ന് നേരം പുലർന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്ത് ദുഃഖസാന്ദ്രമാണ്. കാരണം തലേ ദിവസം പറഞ്ഞതെല്ലാം അലി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത പകലിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു ളുഹായുടെ സമയമാണ് ലോകത്തോട് വിട പറയുന്നത്. അലി മഹാന മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിട പറയുന്നതിന് മുമ്പ് അന്ന് രാവിലെ നേരം പുലരെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ആളുകളെല്ലാം വേർപിരിഞ്ഞു പോയതിന് ശേഷം ആരുമില്ലാത്ത സമയം നോക്കി ഫാത്തിമ ബീവി ഉപ്പയുടെ അടുത്ത് പോയി റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി. കുറെ നേരം അവിടെ നിന്ന് പൊട്ടി കരഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹ. തന്റെ ഉപ്പ വിട പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം പോലും ഫാത്തിമ മോൾക്ക് സമാധാനം കിട്ടിയിട്ടില്ല. ഒരുപാട് നേരം അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു. വല്ലാത്ത ക്ഷീണം തോന്നി ഫാത്തിമ ബീവിക്ക്. വെള്ളമെടുത്ത് കുളിച്ചു. വെള്ളമെടുത്ത് കുളിച്ചു. ഒരാശ്വാസത്തിനായി നല്ല വസ്ത്രമെല്ലാം ധരിച്ചു. ഫാത്തിമ മോൾ ക്ഷീണതയായി കിടക്കുകയാണ്. ഖിബലക്ക് നേരെ തിരിഞ്ഞു കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് ഖിബലക്ക് നേരെ തിരിഞ്ഞു കിടന്ന് ആ മഹദി സ്വർഗമാഗ്രഹിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള ഈ സമുദായത്തിലെ മുഴുവൻ സഹോദരിമാർക്കും മാതൃകയായി ജീവിതം സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാളെ ഈ മഹദിയാണ് സ്വർഗത്തിന്റെ നേതാവെന്ന് നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഫാത്തിമ മോളെ, ഭൂമി ലോകത്തൊരു അന്യ പുരുഷൻ കണ്ടിട്ടില്ലാത്ത പോലെ നാളെ മഹ്ശറിലും സ്വർഗത്തിലേക്ക് പോകൽ എങ്ങനെയാണ്? ഫാത്തിമ ബീവി സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകാൻ സമയമാകുമ്പോ മഹ്ശറിൽ ഒരു വെളിയാളമുണ്ടാകുമത്രേ. വല്ലൂ അബ്സാറക്കും, എല്ലാവരും കണ്ണടക്കണം, തല താഴ്ത്തണം. നെക്കിസൂറൂസക്കും, തല താഴ്ത്തണം. എല്ലാവരും തല താഴ്ത്തി കണ്ണടച്ചു നിൽക്കുമ്പോ ഒരാൾക്ക് പോലും കാണാൻ അവസരമില്ലാതെയാണ് ഫാത്തിമ മോൾ സ്വർഗത്തിലേക്ക് പോകുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ തന്റെ മകളുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയായി ഒളിച്ചോട്ടം വർദ്ധിച്ച കാലഘട്ടത്തിൽ ഈ ഉമ്മത്ത് ഒന്നാകെ കേൾക്കേണ്ട തന്റെ മകളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫാത്തിമ ഹസ്വനത്ത് ഫർജഹ, എന്റെ മോൾ ഫാത്തിമ ഔറത്ത് ശരിക്കും മറച്ചു, ഗുഹ്യ ഭാഗം ശരിക്കും സൂക്ഷിച്ച ആളാണ്. എന്റെ ഫാത്തിമ സൂക്ഷിക്കേണ്ട ഗുഹ്യ ഭാഗം ശരിക്കും സൂക്ഷിച്ച ആളാണ്. ഫഹറമഹല്ലാഹു വദുർരിയതഹാ അലന്നാർ. എന്റെ മോളുടെ ആ ഒരു ക്വാളിറ്റി കാരണം അല്ലാഹു എന്റെ മോൾക്ക് നരകം നിഷിദ്ധമാക്കിയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم റഹ്മാനായ അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞ ഈ മഹദിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ ഫാത്തിമ മോളെ സ്നേഹിക്കുന്ന ഖൽബ് ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പെൺമക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഉമ്മമാർ എല്ലാവർക്കും ഈ മഹദി മാതൃകയാക്കി ജീവിക്കാനും നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹ് ആ മഹദി അന്തിയുറങ്ങുന്ന വിശുദ്ധമായ മദീന മദീനയുടെ മണ്ണിലെത്തിച്ചേരാൻ ഖബറിന്റെ അടുത്തു ചെന്ന് അസ്സലാമു അലൈകി യാ സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന എന്ന് സലാം പറയാനും റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ സലാമുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ നമ്മുടെ വിഷയം തീക്കാറ്റും കൊടുങ്കാറ്റുമാണ്. തീക്കാറ്റും കൊടുങ്കാറ്റും വിശുദ്ധ ഖുർആന്റെ ദർശനം എന്ന വിഷയമാണ് നാളത്തെ നമ്മുടെ വിഷയം. വിഷയം പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ കാരണം ഈയിടെയായി തലശ്ശേരിയിലും പരിസര പ്രദേശത്തും കോഴിക്കോട്ടും കൊയിലാണ്ടിയിലും ഒക്കെ ഉണ്ടായ ചില അഗ്നിജ്വാലങ്ങൾ പ്രത്യക്ഷപ്പെടുകയും തീക്കാറ്റടിക്കുകയും ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീക്കാറ്റടിക്കുകയും ചെയ്തതിന്റെ രഹസ്യം അന്വേഷിക്കാൻ ശാസ്ത്രജ്ഞന്മാരും മറ്റുള്ളവരൊക്കെ വരുന്ന സമയത്ത് പുണ്യനബി ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നാളെ നമ്മുടെ വിഷയം. എല്ലാവരും നേരത്തെ എത്തിച്ചേരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. മഹാനായ ശൈഖുന ദുആയിലേക്ക് കടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.